ഫുഡ് സേഫ്റ്റി ഓഫീസറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നടന്ന ഫുഡ് സേഫ്റ്റി ഓഫീസറിൻ്റെ എക്സാമിനെ പറ്റിയിട്ടാണ്. അത് 18/1/2025 ഇന്ന് നടന്ന ഫുഡ് സേഫ്റ്റി ഓഫീസറിൻ്റെ ക്വസ്റ്റ്യനാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ബി സെറ്റിലെ ക്വസ്റ്റ്യനാണ് നമ്മളിന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സെയിം ക്വസ്റ്റ്യൻ ആണ് അതിലും, പക്ഷേ അതിൻ്റെ ക്വസ്റ്റ്യൻ അറേഞ്ച്മെൻറ്റ് മാത്രമേ വ്യത്യാസം ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും എക്സാം വളരെ നന്നായി എന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ ഓരോ ലെക്ചേഴ്സും വളരെ യൂസ്ഫുൾ ആണെന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നോൺ തെർമൽ പ്രോസസ്സിംഗ് മെത്തേഡ് ദാറ്റ് യൂസസ് ഫിസിക്കൽ പ്രഷർ ടു പ്രിസർവ് ഫുഡ് ഇൻസ്റ്റെഡ് ഓഫ് കെമിക്കൽ ഓർ ഇറാഡിയേഷൻ. അപ്പോൾ അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, അതായത് പ്രഷർ യൂസ് ചെയ്തിട്ടുള്ള ടെക്നോളജി ആണ് അത്. കോമൺലി നമ്മൾ ഫുഡ് പ്രിസർവേഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഹൈ പ്രഷർ പ്രോസസ്സിംഗ് ആണ്. ഹൈ പ്രഷർ പ്രോസസ്സിങ്ങിനെ നമ്മൾ HPP എന്നാണ് പറയുക, ഹൈ പ്രഷർ പ്രോസസ്സിംഗ്. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ why is it that soft fruit cannot be preserved by using freezing എന്തുകൊണ്ടാണ് പിന്നെ നമുക്ക് ഈ സോഫ്റ്റ് ഫുഡ് ഫ്രീസിങ് എന്നുള്ള മെത്തേഡ് കൊണ്ട് പ്രിസർവ് ചെയ്യാൻ പറ്റാത്തത്? അപ്പോൾ അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് D ആണ്. അപ്പോൾ അതിൽ വാട്ടർ ഇൻ ദ ഫ്രൂട്ട് ടിഷ്യൂ എക്സ്പാൻഡ് ഇറ്റ്സ് വോളിയം ഓൺ ഫ്രീസിങ് ദസ് ഡാമേജിങ് ദ സെല്ലുലാർ ഓർ സെല്ലുലാർ മെട്രിക്സ്. ഫോർ എക്സാമ്പിൾ നമുക്കറിയാം, ഏതൊരു ഫ്രൂട്ട് എടുത്തു കഴിഞ്ഞാലും ആ ഫ്രൂട്ടിൻ്റെ അതിൻ്റെ ടെക്സ്ചറിൽ വളരെ വ്യത്യാസം വരും നമ്മളത് ഫ്രീസിങ് വഴി പ്രിസർവേഷൻ ചെയ്യുമ്പോൾ. എസ്പെഷ്യലി ഇൻ കേസ് ഓഫ് സോഫ്റ്റ് ഫ്രൂട്ട് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഫ്രീസിങ് ഇഞ്ചുറി വരാനുള്ള ചാൻസ് വളരെ കൂടുതൽ. നമുക്കറിയാം, വാട്ടറിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഫ്രോസൺ ആയിട്ടുള്ള ഐസിന് അതിനേക്കാളും വോളിയം കൂടുതലായിരിക്കും. അപ്പോൾ ഡെഫിനറ്റ്ലി ഇവിടെ രണ്ട് ഓപ്ഷനാണ് മെയിനായിട്ട് നമുക്ക് കൺഫ്യൂസ് വരിക. അതിൽ ഫസ്റ്റ് ഫ്രീസിംഗ് ഡസ് ഡാമേജ് ദ സെല്ലുലാർ സ്ട്രക്ചർ ബൈ റെഡ്യൂസിങ് ദ വോളിയം ഓർ ഇൻക്രീസിങ് ദ വോളിയം. അപ്പോൾ ഫ്രീസിംഗ് നടക്കുമ്പോൾ എപ്പോഴും വോളിയം ഇൻക്രീസാണ് ചെയ്യുക. അപ്പോൾ വോളിയം ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി അവിടെ ഡാമേജ് ചെയ്യുന്ന സെല്ലുലാർ ടിഷ്യൂ. അപ്പോൾ അതാണ് അതിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, അപ്പോൾ വാട്ടർ ഇൻ ദ ഫ്രൂട്ട് ടിഷ്യൂ ഡാമേജ് ഇസ് വോളിയം ഓൺ ഫ്രീസിംഗ് ദസ് ഡാമേജ് ഇൻ ദ സെല്ലുലാർ ടിഷ്യൂ. അതായത് സെല്ലുലാർ ഡാമേജ് ഉണ്ടാവും. അപ്പോൾ അതാണ് ഇതിൻ്റെ കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് വരുന്നത്. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ സീക്വൻസ് ഓഫ് റൈസ് മില്ലിംഗ്. അപ്പോൾ നമ്മൾ റൈസ് മില്ലിങ്ങിൻ്റെ പ്രോസസ്സ് പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ റൈസ് മില്ലിങ്ങിൻ്റെ പ്രോസസ്സ് പ്രകാരം നമുക്കറിയാം, ആദ്യം നമ്മൾ ക്ലീനിങ് ചെയ്യും, അതിനുശേഷം ഡീഹസ്കിങ് ചെയ്യുക. ഡീഹസ്കിങ് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്രൂട്ട്, അതായത് ഡീഹസ്കിങ് ചെയ്തതിന് ശേഷം നമ്മൾ റൈസിനെ അതിനുശേഷം സെപ്പറേറ്റ് ചെയ്യും. അതായത് ഹസ്കിനെയും അതുപോലെ തന്നെ ഹോൾ റൈസിനെയും, അതായത് ബ്രൗൺ റൈസിനെ സെപ്പറേറ്റ് ചെയ്യും. ആ ബ്രൗൺ റൈസിനെ അതിനുശേഷം പോളിഷിങ് ചെയ്യുക. പോളിഷിങ് ചെയ്തതിന് ശേഷം അതിനെ ഗ്രേഡ് ചെയ്യും. അപ്പോൾ ആസ് പെർ ദി ഓപ്ഷൻസ് പ്രകാരം നമുക്ക് ക്ലീനിങ്, അതിനുശേഷം ഡീഹസ്ക് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് പോളിഷ് ചെയ്ത് ഗ്രേഡ്, അതിനെ ഫൈനലി അതായത് പോളിഷ് ചെയ്തതിന് ശേഷം ബ്രോക്കൺ റൈസ് ഉണ്ടാവും, അല്ലാത്ത റൈസ് ഉണ്ടാവും. അപ്പോൾ അതിന് നമ്മൾ ഗ്രേഡ് ചെയ്യും. ഓക്കെ, അങ്ങനെയാണ് അതിൻ്റെ റൈസിൻ്റെ പ്രോസസ്സിങ് സ്റ്റെപ്പ്, അതായത് മില്ലിങ്ങിൻ്റെ പ്രോസസ്സിങ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇറ്റ്സ് മെയിൻലി ഇൻ കേസ് ഓഫ് റൈസ് മില്ലിംഗ് ആണ്. നമ്മൾ ഓൾറെഡി ക്ലാസ്സസിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ക്ലീനിങ്, ഡീഹസ്കിങ്, സെപ്പറേഷൻ, പോളിഷിങ് ആൻഡ് ഗ്രേഡിങ്, അതാണ് അതിൻ്റെ എക്സാക്ട് പ്രോസസ് ഫ്ലോ എന്ന് പറയുന്നത്. ഇപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കുമ്പോൾ അഡീഷൻ ഓഫ് പൊട്ടാസ്യം അയഡൈഡ് ടു സോൾട്ട് ഈസ് എൻ എക്സാമ്പിൾ ഓഫ്. അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ന്യൂട്രിറ്റീവ് സപ്ലിമെൻ്റ് ആണ്. കാരണം നമുക്കറിയാം, ഏതൊരു പൊട്ടാസ്യം അയഡൈഡ് സാധാരണയായിട്ട് നമ്മൾ ഫോർട്ടിഫിക്കേഷൻ, അതായത് സോൾട്ട് ഫോർട്ടിഫിക്കേഷന് വേണ്ടിയിട്ടാണ്, അയഡിൻ ഫോർട്ടിഫിക്കേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിൽ പൊട്ടാസ്യം അയഡൈഡാണ് കോമൺലി യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ന്യൂട്രിറ്റീവ് സപ്ലിമെൻ്റ് ആണ്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കുമ്പോൾ ദ ഹൈപ്പർട്ടോണിക് സൊല്യൂഷൻ യൂസ്ഡ് ഇൻ ഓസ്മോട്ടിക് ഡീഹൈഡ്രേഷൻ ഓഫ് ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾസ്. അപ്പോൾ അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഷുഗർ ആണ്. കാരണം നമുക്കറിയാം, ഷുഗർ അല്ലെങ്കിൽ സോൾട്ട് വെച്ചിട്ടാണ് നമ്മൾ സാധാരണയായിട്ട് ഓസ്മോട്ടിക് ഡീഹൈഡ്രേഷൻ ചെയ്യുക. മെയിൻലി ഇൻ കേസ് ഓഫ് ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾസിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഷുഗർ യൂസ് ചെയ്തിട്ടുള്ള ഓസ്മോട്ടിക് ഡീഹൈഡ്രേഷൻ ടെക്നിക്സ് ആണ്. മീറ്റിലൊക്കെ നമ്മൾ കോമൺലി മീറ്റിലും അതുപോലെ തന്നെ സം വെജിറ്റബിൾസിലും നമ്മൾ സോൾട്ട് യൂസ് ചെയ്യുന്നത്. ആസ് പെർ ദി ആൻസേഴ്സ് അല്ലെങ്കിൽ ഓപ്ഷൻ ഇവിടെ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ പ്രകാരം നമുക്ക് ഷുഗർ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ,
So the next question, process where pre-packed food exposed to radiant energy to kill microbes, pest, prevents sprouting. അപ്പോൾ ഇതിൽ പ്രീ പാക്ഡ് ഫുഡ് നമ്മൾ റേഡിയേഷൻ യൂസ് ചെയ്തിട്ട് പ്രോസസ്സ് ചെയ്യുന്ന ടെക്നോളജീനെ നമ്മൾ സാധാരണയായിട്ട് കോൾഡ് സ്റ്റെറിലൈസേഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ നമുക്കതിനെ റാഡപ്പറ്റൈസേഷൻ എന്ന് പറയാം. ഓക്കെ, അതിൽ മെയിനായിട്ട് സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നത് കോൾഡ് സ്റ്റെറിലൈസേഷൻ അല്ലെങ്കിൽ റേഡിയേഷൻ സ്റ്റെറിലൈസേഷൻ അല്ലെങ്കിൽ റാഡപ്പറ്റൈസേഷൻ എന്ന് പറയാം. പക്ഷേ ഇവിടെ മൈക്രോബ്സിനെ കില്ല് ചെയ്യുന്നത്, പെസ്റ്റ് അല്ലെങ്കിൽ പ്രിവെന്റ് സ്പ്രൗട്ടിങ്, ഇതൊക്കെ കൂടെ ജനറലി നമ്മൾ ഈ റേഡിയേഷൻ യൂസ് ചെയ്തിട്ട് പ്രിസർവേഷൻ ചെയ്യുന്ന ടെക്നിക്സിന് കോൾഡ് സ്റ്റെറിലൈസേഷൻ, അതായത് ടെമ്പറേച്ചറും ഇല്ലാതെ പ്രിസർവ് ചെയ്യുന്ന ടെക്നോളജീനെ കോൾഡ് സ്റ്റെറിലൈസേഷൻ എന്ന് നമ്മൾ പറയുന്നു. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പൾസ്ഡ് ലൈറ്റ് ടെക്നോളജി മെയിൻലി യൂസ്ഡ് ഫോർ, അതായത് നമ്മൾ പൾസ്ഡ് ലൈറ്റ് കോമൺലി നമ്മൾ സ്റ്റെറിലൈസേഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. അത് ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ പ്രകാരം ഒന്നുകിൽ നമുക്ക് പാസ്ചറൈസേഷൻ ചെയ്യാം അല്ലെങ്കിൽ സ്റ്റെറിലൈസേഷന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഓപ്ഷൻസിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞത് സ്റ്റെറിലൈസേഷൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ദിസ് അഡ്വാൻസ്ഡ് തെർമൽ പ്രോസസിംഗ് മെത്തേഡ് ദ ഫുഡ് മെറ്റീരിയൽ വിച്ച് സെർവ് ആസ് എ electrical resistor is heated by passing electricity through it. അതായത് നമ്മൾ ഫുഡ് വിച്ച് ഇസ് ഇറ്റ് സെൽഫ് ആക്ട് ആസ് എ റെസിസ്റ്റർ. അപ്പോൾ ഇതിൽ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്, അതായത് ഓമിക് ഹീറ്റിംഗ്. അപ്പോൾ നമ്മൾ ഓമിക് ഹീറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫുഡ് ഇറ്റ് സെൽഫ് ആക്ട് ആസ് എ റെസിസ്റ്റർ ആണ്. അപ്പോൾ ഫുഡിൻ്റെ രണ്ട് സൈഡിലും ഇലക്ട്രോഡ് വെച്ചിട്ട് നമ്മൾ ഹൈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഫുഡ് ഇറ്റ് സെൽഫ് ആക്ട് ആസ് എ റെസിസ്റ്റർ, അങ്ങനെ ഹീറ്റ് ജനറേറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ ഇതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. സോ 9ാമത്തെ ക്വസ്റ്റ്യൻ, റോസ്മേരി ഈസ് എൻ അരോമാറ്റിക് ഹെർബ് ദാറ്റ് ഹാസ് ബീൻ നോൺ ഫ്രം ആൻഷ്യൻ ടൈംസ് ആസ് ഓഫ് ദി മൈൻഡ് ഫാമിലി. അതായത് റോസ്മേരി പഴയ കാലഘട്ടങ്ങളിൽ എന്ത് തരം ഹെർബായിട്ടാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതായത് അതിന് ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. പഴയ കാലത്ത് ഇതിനെ മെമ്മറി ഹെർബ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ഇതൊരു കൺഫ്യൂസിങ്, ആരും പ്രതീക്ഷിക്കാത്തൊരു ക്വസ്റ്റ്യൻ ആണ്. എന്നാലും ഇതിന് ആൻസർ ആയിട്ട് വരുന്ന മെമ്മറി ഹെർബാണ്. അതായത് ലാറ്റിൻ കൺസെപ്റ്റ് പ്രകാരവും അതുപോലെ തന്നെ ഈജിപ്ഷ്യൻ കൺസെപ്റ്റ് പ്രകാരവും ഈ ഒരു റോസ്മേരിനെ അല്ലെങ്കിൽ ഈ ആരോമാറ്റിക് ആയിട്ടുള്ള ഹെർബ് ആ കാലഘട്ടങ്ങളിൽ മെമ്മറി ബൂസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും എന്നൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇതൊരു മെമ്മറി ഹെർബ് എന്ന രീതിയിൽ അറിയപ്പെട്ടിരുന്നുകൊണ്ടിരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ആക്ടിവിറ്റി ഓഫ് സൾഫർ ഡൈ ഓക്സൈഡ് SO2 ഇൻക്രീസസ് വിത്ത്, അതായത് സൾഫർ ഡൈ ഓക്സൈഡിൻ്റെ ആക്ടിവിറ്റി ഇൻക്രീസസ് വിത്ത് ഡിക്രീസിങ് pH. അതായത് pH കൂടുന്നതിനനുസരിച്ച്, pH കുറയുന്നതിനനുസരിച്ചിട്ട് SO2യുടെ ആക്ടിവിറ്റി, സൾഫർ ഡൈ ഓക്സൈഡിന്റെ ആക്ടിവിറ്റി pH കുറയുന്നതനുസരിച്ചിട്ട് കൂടിക്കൊണ്ടിരിക്കും. അതാണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ലോവർ pHലായിരിക്കും സൾഫർ ഡൈ ഓക്സൈഡിന്റെ ആക്ടിവിറ്റി ഏറ്റവും ഹയർ ആയിട്ട് ഉണ്ടാവുക. അതായത് മെയിൻലി അസിഡിക് ആയിട്ടുള്ള ഫുഡ്സിൽ, അതായത് മോസ്റ്റ് ഓഫ് ദ ഫുഡ് പ്രൊഡക്ട്സ് അസിഡിക് ഇൻ നേച്ചറാണ്, എക്സെപ്റ്റ് വെരി ഫ്യൂ, അതായത് എഗ് ഒഴികെ ബാക്കി ഭൂരിഭാഗം ഫുഡ്സും ഐദർ ന്യൂട്രൽ ഓർ അസിഡിക് ഇൻ നേച്ചറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് നമുക്ക് ഈ സൾഫർ ഡൈ ഓക്സൈഡ് ട്രീറ്റ് ചെയ്യുമ്പോൾ, അതായത് ലോവർ pHലുള്ള ഫുഡ് പ്രൊഡക്ട്സിനെ സൾഫർ ഡൈ ഓക്സൈഡ് വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ആക്ടിവിറ്റി കൂടുതലായിരിക്കും, അതിന് ഒരു ആൻറ്റി മൈക്രോബിയൽ അല്ലെങ്കിൽ ആൻറ്റി ഫംഗൽ എഫക്ട് കിട്ടാനുള്ള ചാൻസസ് കൂടുതലുണ്ട്. വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് എൻ ഇൻഡിക്കേറ്റർ ടൈം ആൻഡ്, അപ്പോൾ ഇതിൻ്റെ അതായത് നമ്മളെ മിൽക്കിലുള്ള വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് ദി ഇൻഡിക്കേറ്റർ ടൈം ആൻഡ് ടെമ്പറേച്ചർ ഇൻ കേസ് ഓഫ് മിൽക്ക് പ്രൊഡക്ട്സ്. അപ്പോൾ മിൽക്ക് പ്രൊഡക്ട്സിൻ്റെ മിൽക്ക് എടുത്തു കഴിഞ്ഞാൽ, ഒരു പാലെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഇൻഡിക്കേറ്റർ ആയിട്ട് അല്ലെങ്കിൽ ഇൻഡെക്സ് ഓർഗാൻസ് ആയിട്ട് കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്ന ഓർഗാൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലോക്സിയല്ല ബെർണട്ടിയാണ്. വേറെ ഇൻ കേസ് ഓഫ് സ്റ്റെറിലൈസേഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ നമ്മളെ ക്ലോസ്ട്രീഡിയം ബോട്ടിലിനാണ് ഇൻഡെക്സ് ഓർഗാൻസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡിക്കേറ്റർ, ടൈം ടെമ്പറേച്ചർ ഇൻഡിക്കേറ്റർ ആയിട്ട് ഇൻ കേസ് ഓഫ് പാസ്ചറൈസേഷൻ ഇതിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ക്ലോക്സിയല്ല ബെർണട്ടിയാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഇൻ കേസ് ഓഫ് മിൽക്ക്. ഓക്കെ, ഇൻ എ കാർബണേറ്റഡ് ഡ്രിങ്ക് ദ ഡിഗ്രി ഓഫ് സൊല്യൂബിലിറ്റി ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ഇൻക്രീസസ്. അതായത് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസിൻ്റെ സൊല്യൂബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നത് ഏതൊക്കെ കൺസിഡറേഷനിലായിരിക്കും അല്ലെങ്കിൽ ഏതൊക്കെ കണ്ടീഷനിലായിരിക്കും അതിൻ്റെ സൊല്യൂബിലിറ്റി ഇൻക്രീസ് ആവുക എന്നുള്ളതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ.
അപ്പോൾ ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ലോവർ ടെമ്പറേച്ചർ ആൻഡ് ഹൈ പ്രഷർ. അതായത് ഹൈ പ്രഷർ അപ്ലൈ ചെയ്തിട്ട് സാധാരണ ഏതൊരു ഗ്യാസിൻ്റെയും സൊല്യൂബിലിറ്റി ലോ ടെമ്പറേച്ചർ ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക, അതുപോലെ തന്നെ ഹൈ പ്രഷർ കണ്ടീഷനിലായിരിക്കും കൂടുതൽ ഉണ്ടാവുക. പക്ഷേ ഒരു സോളിഡിൻ്റെ സൊല്യൂബിലിറ്റി എന്ന് പറഞ്ഞാൽ അത് ഏതൊരു സോളിഡ് ആയെങ്കിലും അല്ലെങ്കിൽ സോൾട്ട് ആണെന്നുണ്ടെങ്കിലും അത് എപ്പോഴും ലോ ടെമ്പറേച്ചറിലായിരിക്കും. സോളിഡ് ആണെന്നുണ്ടെങ്കിൽ ഹൈ ടെമ്പറേച്ചർ ആയിരിക്കും സൊല്യൂബിലിറ്റി ഉണ്ടാവും. പക്ഷേ ഇതൊരു ഗ്യാസ് ആയതുകൊണ്ട് അറ്റ് ലോ ടെമ്പറേച്ചറിലായിരിക്കും അതിൻ്റെ സൊല്യൂബിലിറ്റി എപ്പോഴും കൂടുതലുണ്ടാവും. സോ അറ്റ് ലോ ടെമ്പറേച്ചർ ആൻഡ് ഹൈ പ്രഷർ ഇറ്റ് സൊല്യൂബിലിറ്റി വിൽ ബി ഹയർ. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞത് മെയിലാർഡ് റിയാക്ഷൻ ഈസ് ദ റിസൾട്ട് ഫ്രം കെമിക്കൽ ഇൻട്രാക്ഷൻ അറ്റ് ഹൈ ഹീറ്റ് ബിറ്റ്വീൻ. അപ്പം മെയിലാർഡ് റിയാക്ഷൻ എപ്പോഴും ഇറ്റ്സ് എ റിയാക്ഷൻ ബിറ്റ്വീൻ എന്തൊക്കെയായിരിക്കും, ഏതൊക്കെ തമ്മിലുള്ള റിയാക്ഷനാണ് മെയിലാർഡ് റിയാക്ഷൻ എന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം മെയിലാർഡ് റിയാക്ഷൻ എന്ന് വെച്ചാൽ എപ്പോഴും ഷുഗറും അമിനോ ആസിഡും തമ്മിൽ, അതായത് കാർബോക്സിലിക് ആസിഡും അതുപോലെ തന്നെ അമിനോ ഗ്രൂപ്പ് ഓഫ് പ്രോട്ടീൻ അല്ലെങ്കിൽ അമിനോ ആസിഡും അതുപോലെ തന്നെ കാർബോക്സിൽ ഗ്രൂപ്പ് ഓഫ് ഷുഗറും തമ്മിലുള്ള റിയാക്ഷനാണ് നമ്മുടെ എന്തെന്ന് പറയാം മെയിലാർഡ് റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ഡാഷ് one of the can may bulge and on forcing the bulged end back the other end will bulge. അപ്പോൾ അതിന്റെ ആൻസർ വരുന്നത്, അതായത് നമ്മൾ സാധാരണ കാനിങ്ങിലുള്ള ഒരു ഡിഫക്റ്റ് ആണ്, ഒരു എൻഡ് ബൾജ് ആവും. അപ്പോൾ നമ്മൾ ആ ഒരു ബൾജായ പോർഷനിൽ പ്രസ് ചെയ്യുമ്പോൾ മറ്റേ എഡ്ജ് ബൾജ് ആവും. അപ്പോൾ അങ്ങനെയുള്ള ക്യാൻസിൽ ഏത് ടൈപ്പ് ഡിഫക്റ്റ് ആയിരിക്കും, അത് ഏത് ടൈപ്പ് ഡിഫക്റ്റിന് എക്സാമ്പിൾ ആണെന്നാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ ചോദിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ സ്പ്രിഞ്ചർ ഡിഫക്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ സ്പ്രിഞ്ചർ ഡിഫക്റ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. Which among these microorganisms can easily grow under anaerobic condition producing deadly toxin in canned foods? Canned foodsൽ പിന്നെ ഡെഡ്ലി ടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന, അതായത് അനേറോബിക് കണ്ടീഷനിൽ ഡെഡ്ലി ടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓർഗാൻസ് ഏതാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം ക്ലോസ്ട്രീഡിയം ബോട്ടുലിനാണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന. ബോട്ടുലിൻ എന്ന് പറഞ്ഞാൽ ന്യൂറോടോക്സിൻ ആണ്. Okay, so the next question, which among the following is not an intrinsic factor which affect the shelf life of the products? അപ്പോൾ ഇതിൽ ഇൻട്രിൻസിക് ഫാക്ടർ ഏതാണ്? അതായത് ഷെൽഫ് ലൈഫ്, ഒരു പ്രൊഡക്റ്റിന്റെ ഷെൽഫ് ലൈഫിനെ അഫക്റ്റ് ചെയ്യുന്ന, അതായത് ഇപ്പം നമുക്കറിയാം ഇൻട്രിൻസിക് ഫാക്ടർ, എക്സ്ട്രിൻസിക് ഫാക്ടർ ഉണ്ട്. ഈ താഴെ പറഞ്ഞ എല്ലാം എക്സാമ്പിൾ ഓഫ് ഇൻട്രിൻസിക് ആസ് വെൽ ആസ് എക്സ്ട്രിൻസിക് ഫാക്ടർ ആണ്. പക്ഷെ ഇതിൽ ഓപ്ഷൻ എ, ഓപ്ഷൻ ബി അതുപോലെ തന്നെ ഓപ്ഷൻ സി എന്ന് പറയുന്നത് ഇൻട്രിൻസിക് ഫാക്ടർ ആണ്. പക്ഷെ സ്റ്റോറേജ് കണ്ടീഷൻ, അതായത് സ്റ്റോറേജ് കണ്ടീഷൻ ആയാലും ആ എൻവയോൺമെന്റൽ ഗ്യാസസ് കോൺസെൻട്രേഷൻ, ടെമ്പറേച്ചർ, അതൊക്കെ എക്സ്ട്രിൻസിക് ഫാക്ടറാണ്. പക്ഷെ മൈക്രോബിയൽ കൗണ്ട് അതുപോലെ തന്നെ വാട്ടർ ആക്ടിവിറ്റിയും അതുപോലെ തന്നെ പ്രൊഡക്റ്റ് ഫോർമുലേഷനും ഇതൊക്കെ ഇൻട്രിൻസിക് ഫാക്ടറാണ്. അപ്പോൾ ഇതിൽ ആൻസർ ആയിട്ട് വരുന്നത്, ഇതിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് സ്റ്റോറേജ് കണ്ടീഷനാണ് ഇൻട്രിൻസിക് ഫാക്ടർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 3 സ്റ്റേജസ് ഓഫ് ഫ്രീസ് ഡ്രൈയിങ്. ഇതിൽ ഫ്രീസ് ഡ്രൈയിങ്ങിന്റെ 3 സ്റ്റേജസ് ഏതൊക്കെയാണ്? അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഫ്രീസ് ഡ്രൈയിങ് എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ പ്രൊഡക്റ്റ് ഫ്രീസ് ചെയ്യണം. പ്രൊഡക്റ്റ് ഫ്രീസ് ചെയ്തതിന് ശേഷം അതിനെ നമ്മൾ ആ ഒരു ട്രിപ്പിൾ പോയിന്റിൽ ജസ്റ്റ് എബോവ് ദ ട്രിപ്പിൾ പോയിന്റിൽ എത്തിച്ചതിന് ശേഷം അതിനെ സബ്ലിമേഷൻ ചെയ്യും. അതിനുശേഷം സെക്കൻഡറി സ്റ്റേജ് അല്ലെങ്കിൽ ഫൈനൽ ഡ്രൈയിങ് നമ്മൾ കണ്ടിന്യൂ ചെയ്യും. അതാണ് ഫ്രീസ് ഡ്രൈയിങ്ങിന്റെ സ്റ്റേജസ് എന്ന് പറയുന്നത്. ഇപ്പോൾ വാട്ടറിനെ സബ്ലിമേറ്റ് ചെയ്ത് റിമൂവ് ചെയ്യും. അപ്പോൾ സബ്ലിമേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇനീഷ്യലി ആ പ്രൊഡക്ട്സ് നമ്മൾ ഫ്രീസ് ചെയ്യണം. ഫ്രീസ് ചെയ്തിട്ട് -18 എത്തിച്ചതിന് ശേഷം മാത്രമേ നമുക്കതിനെ ഫ്രീസ് ചെയ്ത പ്രൊഡക്റ്റിനെ മാത്രമേ സബ്ലിമേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് സോളിഡ് സ്റ്റേറ്റിൽ എത്തിയതിന് ശേഷം മാത്രമേ സബ്ലിമേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്ഷൻ എ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ സ്റ്റിൽ ബീവറേജ്. അപ്പോൾ ഇതിൽ താഴെ കൊടുത്തിരിക്കുന്നതിൽ സ്റ്റിൽ ബീവറേജ് ഏതാണ്? അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്
ഫ്ലേവേർഡ് വാട്ടറാണ് സ്റ്റിൽ ബീവറേജ് എന്ന് പറഞ്ഞത്. അതിന് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ബിയർ ആണെങ്കിലും ജിന്നാണെന്നുണ്ടെങ്കിലും വൈനാണെന്നുണ്ടെങ്കിലും അതിലൊക്കെ നമ്മൾ ഫെർമെന്റേഷൻ എന്നുള്ള പ്രോസസ്സ് നടന്നിട്ട് അതിൽ ആൽക്കഹോൾ പ്രൊഡക്ഷനും അതുപോലെ തന്നെ ഗ്യാസസ് പ്രൊഡക്ഷനും ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഫ്ലേവേർഡ് വാട്ടർ ആകുമ്പോൾ അതിൽ ഗ്യാസസ് പ്രൊഡക്ഷൻ ഒന്നും ഇല്ല. അതുകൊണ്ട് തന്നെയാണ് അതിന് സ്റ്റിൽ ബീവറേജ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പോൾ 18ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. അതുപോലെ തന്നെ the process of breaking down intermolecular bond of starch molecules in the presence of water and heat is called. അപ്പോൾ പിന്നെ നമ്മുടെ ഇന്റർമോളിക്കുലർ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്ന പ്രോസസ്സ് ഇൻ കേസ് ഓഫ് സ്റ്റാർച്ചിൻ്റെ ഇന്റർമോളിക്കുലർ ബോണ്ട് ഹീറ്റിൻ്റെ അതുപോലെ തന്നെ വാട്ടറിൻ്റെയും പ്രസൻസിൽ ബ്രേക്ക് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരെന്താണ്? അത് നമുക്ക് എല്ലാവർക്കും അറിയാം, ജെലാറ്റിനൈസേഷൻ എന്നുള്ള പ്രോസസ്സാണ്. അല്ലെങ്കിൽ സ്വെല്ലിംഗ് ഓഫ് സ്റ്റാർച്ച്, അതായത് നമ്മൾ സ്റ്റാർച്ചിനെ ഹീറ്റ് ചെയ്യുമ്പോൾ ഇൻ പ്രസൻസ് ഓഫ് വാട്ടർ ആണെങ്കിലും വെള്ളത്തിൻ്റെ അതുപോലെ തന്നെ ഹൈ ടെമ്പറേച്ചറിൻ്റെ പ്രസൻസിൽ ഇതിൻ്റെ ഇന്റർമോളിക്കുലർ ഫോഴ്സ് ബ്രേക്ക് ആയിട്ട് അതിൽ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഓഫ് വാട്ടർ വന്ന് ബൈൻഡ് ചെയ്തിട്ട് അതിന് സ്വെല്ലാവും. അപ്പോൾ ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് വാട്ടറായിട്ട് ബൈൻഡ് ചെയ്യും. അപ്പോൾ ഒരു ജെല്ലി കൺസിസ്റ്റൻസി എത്തും. അപ്പോൾ ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് ജെലാറ്റിനൈസേഷൻ എന്നുള്ളത്. അപ്പോൾ ഇതിലത്തെ ആൻസർ ഓപ്ഷൻ ബി ആണ്. So next question, IR radiation releases energy in electromagnetic waves from the spectrum from, അതായത് ഇൻഫ്രാറെഡ് റേഡിയേഷൻ്റെ ആ ഒരു വേവ് ലെങ്ത് ആണ് ഇവിടെ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. 0.75 മൈക്രോമീറ്റർ ടു 1000 മൈക്രോമീറ്റർ ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫ്ലഫി ഡിഫക്റ്റ് ഇൻ ഐസ്ക്രീം ഈസ് കോസ്ഡ് ഡ്യൂ ടു, അതായത് ഐസ്ക്രീമിലെ ഫ്ലഫി ഡിഫക്റ്റിന് കാരണമായത് എന്തൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൽ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് എക്സസീവ് ഓവർ റൺ എന്തായാലും ഉണ്ടാവും, അതുപോലെ തന്നെ ലോ സോളിഡ് കണ്ടന്റ്. ഇത് രണ്ടുമാണ് ഈ ഒരു ഫ്ലഫി ഡിഫക്റ്റിംഗ് ഐസ്ക്രീമിന് കാരണം. അപ്പോൾ ഓപ്ഷൻ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓൺലി 1 and 2 ആണ്. അതായത് സ്റ്റെബിലൈസർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരിക്കലും ഫ്ലഫി ഡിഫക്റ്റ് ഉണ്ടാവില്ല, പക്ഷേ എക്സസീവ് ഇമൽസിഫയർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ഫ്ലഫി ഡിഫക്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതിൽ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞത് എക്സസീവ് ഓവറിനും അതുപോലെ തന്നെ പിന്നെ ലോ സോളിഡ് കണ്ടന്റുമാണ് ഫ്ലഫി ഡിഫക്റ്റിനുള്ള മേജർ റീസൺ എന്ന് പറഞ്ഞാൽ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് കൊയാഗുലന്റ് ഗീവ് ഹയർ മോയ്സ്ചർ കണ്ടന്റ് ഇൻ ചന്ന, അതായത് ചന്നയിൽ ഹയർ മോയ്സ്ചർ കണ്ടന്റ് കൊടുക്കാനുള്ള കൊയാഗുലന്റ് ഏതാണെന്നാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് കാൽസ്യം ലാക്ടേറ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് ആ ഒരു മോയ്സ്ചർ കണ്ടന്റ് റീറ്റെയിൻ ചെയ്യാനും ഒരു പ്രോപ്പർ കൺസിസ്റ്റൻസി അറ്റൈൻ ചെയ്യാനും വേണ്ടിയിട്ട് കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കൊയാഗുലന്റ്, അതായത് ആസിഡ് കൊയാഗുലേഷൻ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന ഒരു കൊയാഗുലന്റ് എന്ന് വെച്ചാൽ കാൽസ്യം ലാക്ടേറ്റ് ആണ്. ചെന്നൈയിൽ ഒരു മോയ്സ്ചർ കണ്ടന്റ് റീറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കോമൺലി നമ്മൾ സാധാരണ സിട്രിക് ആസിഡ് വെച്ചിട്ടാണ് നമ്മൾ കൊയാഗുലേഷൻ ചെയ്യുക, പക്ഷേ ആ ഒരു മോയ്സ്ചർ റീറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ കാൽസ്യം ലാക്ടേറ്റ് കോമൺലി ആഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് കാൽസ്യം ലാക്ടേറ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ അസെപ്റ്റിക് പാക്കേജിംഗ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാൻ ബി യൂസ്ഡ് ഫോർ പാക്കേജ് സ്റ്റെറിലൈസേഷൻ. ഇതിൽ പാക്കേജ് സ്റ്റെറിലൈസേഷനിൽ നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന സ്റ്റെറിലൈസിങ് ഏജൻറ്റ് ഏതാണെന്നാണ്. ഓക്കെ, അപ്പോൾ ഇൻ അസെപ്റ്റിക് പാക്കേജിങ്ങിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് ഒരുപാട് ടൈപ്പ് സ്റ്റെറിലൈസിങ് ഏജൻറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ഇവിടെ കറക്റ്റ് വരുന്നത്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സൂപ്പർ ഹീറ്റഡ് സ്റ്റീം നമ്മൾ കോമൺലി യൂസ് ചെയ്യും, അതുപോലെ തന്നെ ഹൈഡ്രജൻ പെറോക്സൈഡ്, അതുപോലെ തന്നെ പൾസ് ഇലക്ട്രിക് ഫീൽഡ് യൂസ് ചെയ്യും, അതുപോലെ തന്നെ പെർ അസിറ്റിക് ആസിഡ് നമ്മൾ കോമൺലി സ്റ്റെറിലൈസിങ് ഏജന്റ് യൂസ് ചെയ്യും. അപ്പോൾ ഇതിൽ ഓൾ ഓഫ് ദ എബോവ് ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ വിസ്കോസിറ്റി ഓഫ് ഫ്ലാറ്റ് ഗ്ലോബ്യൂൾസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു. അപ്പോൾ ഇതിൽ വിസ്കോസിറ്റി, അതായത് ഫാറ്റ് ഗ്ലോബ്യൂൾസിൻ്റെ വിസ്കോസിറ്റി ഏതൊക്കെ പാരാമീറ്റേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എന്തായാലും പിന്നെ ഏറ്റവും കോമൺ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ദ വെലോസിറ്റി ഓഫ് ഫാറ്റ് ഗ്ലോബ്യൂൾസ് ഇസ് കോമൺലി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു. അപ്പോൾ അതായത് ഫാറ്റ് ഗ്ലോബ്യൂൾസ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വെലോസിറ്റി എന്ന് പറഞ്ഞത് അതിൻ്റെ
സെൻട്രിഫ്യൂഗൽ ഫോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഡ്യൂറിങ് സെൻട്രിഫ്യൂഗേഷൻ. അതുപോലെ തന്നെ അതിൻ്റെ ഒരു റേഡിയസ് ഓഫ് ഫാറ്റ് ഗ്ലോബ്യൂൾ, അതായത് നമ്മൾ ഹോമോജനൈസേഷൻ ചെയ്യുന്ന സമയത്ത് ആ റേഡിയസ് ഓഫ് ഫാറ്റ് ഗ്ലോബ്യൂൾസും അതിനെ മെയിൻലി ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ ഇത് രണ്ടുമാണ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള രണ്ട് ആൻസർ. അപ്പോൾ അക്കോർഡിംഗ് ടു ദ ക്വസ്റ്റ്യൻ ഇതിൽ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഓൺലി 1 and 3 ആണ്. അതായത് ഓപ്ഷൻ 1 അതുപോലെ തന്നെ 3 ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ഇവിടെ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ UHT heat exchange the type of deposit formed is or are. അപ്പോൾ ഇൻ UHT ഹീറ്റ് എക്സ്ചേഞ്ചറിൽ ഇവിടെ ഏത് ടൈപ്പ് ഓഫ് പിന്നെ ഡെപ്പോസിറ്റ് ആണ് ഫോം ചെയ്യുന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ടൈപ്പ്, സാധാരണ നമ്മൾ UHT ഹീറ്റ് എക്സ്ചേഞ്ചറിൽ ടൈപ്പ് എ ആൻഡ് ടൈപ്പ് ബി ടൈപ്പ് ഓഫ് ഡെപ്പോസിറ്റ് ഫോം ചെയ്യും. രണ്ട് ടൈപ്പ് ഓഫ് ഡെപ്പോസിറ്റ് ഫോം ചെയ്യും. അപ്പോൾ കറക്റ്റ് ആൻസർ വരുന്നത് ബോത്ത് 1 and 2, അതായത് ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 26th ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഗ്രീസി ഡിഫക്റ്റ് ഇൻ ബട്ടർ മേ ബി കോസ്ഡ് ഡ്യൂ ടു, അതായത് ബട്ടറിലെ ഗ്രീസി ഡിഫക്റ്റ് കോസ് ചെയ്യാനുള്ള കാരണം എന്താണ്. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് അതിൻ്റെ ഓവർ വർക്കിംഗ് തന്നെയാണ്. അതായത് നമുക്കറിയാം അണ്ടർ വർക്കിംഗ് നടന്നാൽ അവിടെ ഒരു ഗ്രീസി എഫക്റ്റ് ഉണ്ട്. അല്ല, ഓവർ വർക്കിംഗ് നടന്നാലാണ് അല്ലെങ്കിൽ ഓവറായിട്ട് വർക്കിംഗ് ചെയ്താൽ മാത്രമാണ് അവിടെ ഒരു ഗ്രീസി ഡിഫക്റ്റ് സാധാരണ കോമൺലി ഉണ്ടാവുക. അതായത് അണ്ടർ വർക്കിംഗ് നടന്നാൽ ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഹൈ മെൽറ്റിംഗ് ഫാറ്റ് ആണെങ്കിലും അവിടെ ഒരു ഗ്രീസി ഡിഫക്റ്റ് ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഓവർ ചേർണിങ് നടന്നാലും ഗ്രീസി ഡിഫക്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇതിൽ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓൺലി 1 ആണ്, അതായത് ഓവർ വർക്കിംഗ് മാത്രമാണ്. ഓക്കെ, അതുപോലെ തന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ബേക്ക്ഡ് ട്രഡീഷണൽ ഇന്ത്യൻ ഡയറി പ്രൊഡക്ട്സ്. അപ്പോൾ ബേക്ക്ഡ് ട്രഡീഷണൽ ഇന്ത്യൻ ഡയറി പ്രൊഡക്ട്സിൻ്റെ എക്സാമ്പിളാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ചന്ന പോഡോ മാത്രമാണ് കേട്ടോ. അതായത് പിന്നെ ബേക്ക്ഡ് ട്രഡീഷണൽ ഡയറി പ്രൊഡക്ട്സിൻ്റെ എക്സാമ്പിൾ പറഞ്ഞാൽ ചന്ന പോഡോ ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മേജർ ദഹി ഫ്ലേവർ കോമ്പൗണ്ട്. ഇതിൽ മേജർ ദഹി ഫ്ലേവർ കോമ്പൗണ്ട് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഡൈഅസറ്റൈലാണ് ദഹിയുടെ ഫ്ലേവർ. അതുപോലെ തന്നെ അസറ്റാൽഡിഹൈഡ് ആണെങ്കിൽ യോഗട്ട് ആയിരിക്കും, പക്ഷേ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഡൈഅസറ്റൈലാണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലംപി ഡിഫക്റ്റ് ഇൻ മിൽക്ക് പൗഡർ മെയിൻലി കോസ് ഡ്യൂ ടു, അതായത് മിൽക്കിൽ ലംപി ഡിഫക്റ്റ് കോസ് ചെയ്യാനുള്ള കാരണം അത് നമുക്ക് ഓപ്ഷൻ കണ്ടാൽ തന്നെ മനസ്സിലായി. ഇൻസഫിഷ്യൻ ഡ്രൈയിങ്, അതുപോലെ തന്നെ അബ്സോർപ്ഷൻ ഓഫ് മോയ്സ്ചറും, അതുപോലെ തന്നെ ഡ്രിപ്പേജ് ഫ്രം പ്രഷർ നോസിൽ. ഇത് മൂന്നും ലംപി ഡിഫക്റ്റ് അല്ലെങ്കിൽ കേക്ക് ആ ഒരു ലംപിനെസ് ഫോം ചെയ്യാനുള്ള കാരണം. അപ്പോൾ ഇതിൽ ആൻസർ ആയിട്ട് കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ഓൾ ഓഫ് ദ എബോവ് ആണ്. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആക്സിലറേറ്റഡ് റൈപ്പനിങ് ഇൻ ചീസ് ക്യാൻ ബി ഡൺ. അതായത് ചീസിൽ ആക്സിലറേറ്റഡ് റൈപ്പനിങ് നമുക്ക് എങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിൽ ഇവിടെ ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത് ഇൻക്രീസ് ഇൻ റൈപ്പനിങ് ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ, അതുപോലെ തന്നെ അഡീഷൻ ഓഫ് എക്സോജീനസ് എൻസൈം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റൈപ്പനിങ് കൂട്ടാൻ പറ്റും. അതുപോലെ തന്നെ അഡീഷൻ വേ പ്രോട്ടീൻ ആഡ് ചെയ്താൽ പറ്റില്ല. അതുപോലെ തന്നെ അൾട്രാ ഫിൽട്രേഷൻ പറ്റില്ല. അപ്പോൾ ഇവിടെ കറക്റ്റ് ഓപ്ഷൻസ് വരുന്നത് ഓപ്ഷൻ ബി ആണ്, ഓൺലി 1 and 2 ആണ്. ഓക്കെ, സോ റിയേജന്റ് ഫോർ ഡിറ്റക്ഷൻ ഓഫ് അഡൾട്രന്റ് ആഡഡ് UD, അതായത് അഡൾട്രേഷൻ യൂറിയ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിൽ PDMA ടെസ്റ്റ് ആണ്. ഓക്കെ, അതായത് പാരാഡൈമീഥൈൽ അമിനോ ബെൻസാൽഡിഹൈഡ് ടെസ്റ്റ് ആണ് ഇതിൽ കോമൺലി യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേസീൻ ക്യാൻ ബി മാനുഫാക്ചർഡ് ഫ്രം. അപ്പോൾ കേസീൻ നമുക്ക് എങ്ങനെ മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിൽ മെയിനായിട്ട് സ്കിം മിൽക്കും അതുപോലെ തന്നെ ബട്ടർ മിൽക്കുന്നുമാണ് നമ്മൾ കോമൺലി നമുക്ക് കേസീൻ മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടി പറ്റുക. അപ്പോൾ ഇതിൽ ഓപ്ഷൻ തന്നെ ഓപ്ഷൻ സി ആണ്. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മിൽക്ക് പ്രൈസിംഗ് സിസ്റ്റം വിച്ച് ഡിസ്കറേജ് ദ അഡൾട്രേഷൻ വിത്ത് ആഡഡ് വാട്ടർ. അതിൽ പേയ്മെന്റ് അക്കോർഡിംഗ് ടു വെയിറ്റ്, പേയ്മെന്റ് അക്കോർഡിംഗ് ടു യൂസ് ഓഫ് മിൽക്ക്, പേയ്മെന്റ് അക്കോർഡിംഗ് ടു ഫാറ്റ് കണ്ടന്റ്, ഇതൊക്കെയാണ് ഓപ്ഷൻസ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ മെയിനായിട്ട് പേയ്മെന്റ് അക്കോർഡിംഗ് ടു ദ ഫാറ്റ് കണ്ടന്റ് ആണ് കറക്റ്റ് ആൻസർ വരിക. അതായത് ഫാറ്റ് കണ്ടന്റ് ബേസ് ചെയ്തിട്ട് നമ്മൾ പേയ്മെന്റ് ചെയ്യുമ്പോഴാണ് അത് വാട്ടറിന് അഡൾട്രേഷൻ ചെയ്തത് നമുക്ക് ശരിക്കും മനസ്സിലാവും. അപ്പോൾ അതിനെ ഒരിക്കലും
അതിനെ ഡിസ്കറേജ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് പേയ്മെന്റ് അക്കോർഡിംഗ് ടു ഫാറ്റ് കണ്ടന്റ്. അപ്പോൾ കറക്റ്റ് ആൻസർ ചെയ്യുന്നത് ഓപ്ഷൻ സി ആണ്. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, considering the legal standard, the maximum obtainable overrun in butter is. അതായത് ലീഗൽ സ്റ്റാൻഡേർഡ് പ്രകാരം ബട്ടറിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഓവർ റൺ എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ അതിന്റെ ആൻസർ 25% ആണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് കെസിൻ സബ്മിസെല്ലെ ആർ ഹൈഡ്രോഫോബിക്. ഹൈഡ്രോഫോബിക് ആയിട്ടുള്ള കെസിൻ സബ്മിസെല്ലേസ്, അതായത് വാട്ടർ സൊല്യൂബിൾ അല്ലാത്ത പിന്നെ കെസിൻ സബ്മിസെല്ലെ ഏതൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻസ്. അപ്പം അതിന്റെ ആൻസർ ആയിട്ട് ഇവിടെ വരുന്നത് ആൽഫ S1 കെസീൻ ഉണ്ട്, അതുപോലെ തന്നെ ബീറ്റ കെസീൻ ഉണ്ട്, അതുപോലെ തന്നെ ആൽഫ S2 കെസീൻ. ഇത് മൂന്നുമാണ് പിന്നെ എന്താ പറയുക ഹൈഡ്രോഫോബിക് ആയിട്ടുള്ള കെസീൻ എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അപ്പോൾ അതിന്റെ കറക്റ്റ് ആൻസർ ചെയ്യുന്നത് ഓപ്ഷൻ സി ആണ്. ഹോമോജനൈസേഷൻ എഫിഷ്യൻസി ക്യാൻ ബി അസസ്ഡ് ബൈ. ഹോമോജനൈസേഷൻ എഫിഷ്യൻസി നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അതിൽ ഓപ്ഷൻസ് ആയിട്ട് കൊടുത്തിട്ട് ക്രീമിംഗ് റേറ്റ്, അതുപോലെ തന്നെ നിസോ മെത്തേഡ്, അതുപോലെ തന്നെ സൈസ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്. അപ്പോൾ അതിലെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് നമ്മൾ ഈ 3 മെത്തേഡും കോമൺലി നമ്മൾ ക്രീമിംഗ് റേറ്റും, അതുപോലെ തന്നെ നിസോ മെത്തേഡ്, അതുപോലെ തന്നെ സൈസ് റിഡക്ഷൻ മെത്തേഡ്, ഈ 3 മെത്തേഡ് നമ്മൾ കോമൺലി യൂസ് ചെയ്യും. അപ്പോൾ ഓൾ ഓഫ് ദ എബോ ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഓർ ആർ ഓയിൽ ഇൻ വാട്ടർ ഇമൽഷൻ. ഇതിൽ ഓയിൽ ഇൻ വാട്ടർ ഇമൽഷൻ എന്ന് പറയുന്നത് ഏതൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമുക്കറിയാം ടേബിൾ ക്രീം വിത്ത് 25% ഫാറ്റ്, അതായത് ക്രീം എന്ന് പറയുന്നത് എപ്പോഴും ഓയിൽ ഇൻ വാട്ടർ ഇമൽഷൻ ആണ്. അപ്പോൾ ഇത് രണ്ടും ഓയിൽ ഇൻ വാട്ടർ ഇമൽഷൻ ആണ്. അതുപോലെ തന്നെ ബട്ടർ എന്ന് വെച്ചാൽ വാട്ടർ ഇൻ ഓയിൽ ഇമൽഷൻ, അതുപോലെ തന്നെ മാർഗറിനും വാട്ടർ ഇൻ ഓയിൽ ഇമൽഷൻ ആണ്. അപ്പോൾ ഇതിൽ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്, ഓൺലി 1 and 2, അതായത് ബോത്ത് ക്രീംസ്. ഇനി ഏത് ക്രീം ആയാലും അത് എക്സാമ്പിൾ ഓഫ് എ ഓയിൽ ഇൻ വാട്ടർ ഇമൽഷൻ ആണ്. അപ്പോൾ അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ അസെപ്റ്റിക് പാക്കേജിങ് ദ ലെയർ ദാറ്റ് പ്രൊവൈഡ് റിജിഡിറ്റി. ഇതിൽ അസെപ്റ്റിക് പാക്കേജിങ്ങിൽ റിജിഡിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ലെയർ ഏതാണെന്നാണ് ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം അതിന് ആൻസർ പേപ്പറാണ്. പേപ്പറാണ് എപ്പോഴും റിജിഡിറ്റി അല്ലെങ്കിൽ സ്ട്രെങ്ത് ഓഫ് ദ പാക്കേജിങ്. അതായത് ടെട്രാ പാക്കിൽ മൾട്ടിപ്പിൾ ലെയർ ഉണ്ട്, അതിൽ അലുമിനിയം, അതുപോലെ തന്നെ പോളിത്തീൻ, അതുപോലെ തന്നെ പേപ്പറിന്റെ ലെയേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിൽ പേപ്പർ ലെയർ, അതായത് ഏറ്റവും ഔട്ടർ മോസ്റ്റ് ആയിട്ട് പോളിത്തീൻ കഴിഞ്ഞതിന് തൊട്ടടുത്തായിട്ട് പേപ്പർ ലെയർ ഉണ്ട്. ആ ലെയർ എപ്പോഴും കൊടുക്കുന്നത് ഒരു റിജിഡിറ്റി ടു ദ കണ്ടെയ്നർ ആണ്. അപ്പോൾ അതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following which method of ghee production produces least amount of ghee residues. അതായത് ghee residues ഏറ്റവും കുറവ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മെത്തേഡ് ഏതാണ്? അതിന്റെ ആൻസർ എന്ന പ്രീ സ്ട്രാറ്റിഫിക്കേഷൻ മെത്തേഡാണ്. പ്രീ സ്ട്രാറ്റിഫിക്കേഷൻ മെത്തേഡിലാണ് ഏറ്റവും കുറച്ച് ghee residues ഫോം ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഫാക്ടേഴ്സ് ദാറ്റ് ലോവേഴ്സ് സ്റ്റെബിലിറ്റി, ഹീറ്റ് സ്റ്റെബിലിറ്റി ഓഫ് മിൽക്ക്. ഇതിൽ ഹീറ്റ് സ്റ്റെബിലിറ്റി കുറക്കണ ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്, അതായത് നമുക്കിവിടെ ഡെവലപ്ഡ് അസിഡിറ്റി, അതുപോലെ തന്നെ ഹൈ ടോട്ടൽ സോളിഡ്സ്, അതുപോലെ തന്നെ ഹോമോജനൈസേഷൻ, അതുപോലെ തന്നെ ഡെവലപ്ഡ് അസിഡിറ്റി, അതുപോലെ തന്നെ ഹൈ ടോട്ടൽ സോളിഡ്സ് ഒക്കെ പിന്നെ ഹോമോജനൈസേഷൻ എഫിഷ്യൻസിനെ ഇതൊക്കെ നമ്മുടെ ഹീറ്റ് സ്റ്റെബിലിറ്റിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അപ്പോൾ അതിൽ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. അതായത് ഓൺലി 1, 2 and 3, അതായത് ഡെവലപ്ഡ് അസിഡിറ്റി, അതുപോലെ തന്നെ ഹൈ ടോട്ടൽ സോളിഡ്സും, അതുപോലെ തന്നെ ഹോമോജനൈസേഷനും, ഇത് 3 ആൻസർ ആയിട്ട് വരും. സോ ഈ ഒരു ക്വസ്റ്റ്യൻസ് വെറ്റിനറി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ്ലി ഡിസ്ക്രൈബ് ദ കർക്കാസ് ജഡ്ജ്മെന്റ് ഫോർ പൗൾട്രി അഫക്റ്റഡ് ബൈ ഫോളോയിങ് ഡിസീസസ്, ഏവിയൻ ഇൻഫ്ലുവൻസ, അതുപോലെ തന്നെ ഫൗൾ പോക്സ്, അതുപോലെ തന്നെ ഏവിയൻ ലൂക്കോസിസ് ആൻഡ് ഇൻഫെക്ഷ്യസ് ബ്രൂസൽ ഡിസീസ്. ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത ഓരോ സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്നുള്ളതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ഏവിയൻ ഇൻഫ്ലുവൻസ റിസൾട്ട് ഇൻ ഹെമറോജിക് ലെഷൻസ് ഇൻ ട്രക്കിയ, ലങ്സ് ആൻഡ് ഡൈജസ്റ്റീവ് ട്രാക്ട് ലീഡിങ് ടു ടോട്ടൽ കണ്ടംനേഷൻ ഓഫ് ദ കാർക്കസ്. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. അതുപോലെ തന്നെ നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ഫൗൾ പോക്സ് പ്രസൻസ് വിത്ത് നോഡൽ ലെഷൻസ് ഓൺ സ്കിൻ,
wattles and amazed, but the carcass may be acceptable if internal organs are unaffected. ഇത് internal organs unaffected ആണെങ്കിൽ പോലും അതിന് നമ്മൾ പിന്നെ കർക്കാസിനെ അക്സെപ്റ്റ് ചെയ്യില്ല. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏവിയൻ ലുക്കോസിസ് കോസ് ട്യൂമേഴ്സ് ഇൻ ലിവേഴ്സ് ആൻഡ് ഓർഗൻസ് ലീഡിങ് ടു ടോട്ടൽ കണ്ടംനേഷൻ, ഇത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. അതുപോലെ തന്നെ നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇൻഫെക്ഷ്യസ് ബ്രൂസൽ ഡിസീസ് ഓഫൺ കോസ് ഡാമേജ് ടു ദി ബ്രൂസ് ഓഫ് ഫൈബ്രിസ് resulting in weakened immunity and the carcass may be contaminated due to secondary infection. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. അപ്പോൾ നമുക്കിതിൽ ഫസ്റ്റും അതുപോലെ തന്നെ തേർഡും ഫോർത്തും സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. അപ്പോൾ അക്കോർഡിംഗ് ടു ദി ആൻസർ കീ ഇതിലെ അക്കോർഡിംഗ് ടു ദി ഓപ്ഷൻസ് ഇതിൽ കറക്റ്റ് ആൻസർ എന്ന് വെച്ചാൽ 1, 2 and 1, 3 and 4 ആണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അതുപോലെ തന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് മീറ്റ് ആൻഡ് മീറ്റ് പ്രൊഡക്റ്റ് ആർ കറക്റ്റ്. ഇതിൽ പിന്നെ മീറ്റ് ആൻഡ് മീറ്റ് പ്രൊഡക്ട്സിന്റെ പാക്കേജിങ്ങിൽ ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്നതാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിലെ ഫസ്റ്റ്, ഇൻ മോഡിഫൈഡ് അറ്റ്മോസ്ഫിയർ പാക്കേജിങ് നൈട്രജൻ ഈസ് പ്രൈമർലി യൂസ്ഡ് ആസ് എ ഫില്ലർ എയർ, അത് കറക്റ്റ് ആണ്. അതുപോലെ തന്നെ ഷ്രിങ്ക് ഫിലിം എലിമിനേറ്റ് പോക്കറ്റ് ഫ്രം പെർച്ച് അക്യുമുലേഷൻ, അതും കറക്റ്റ് ആണ്. അതുപോലെ തന്നെ ടു പ്രിവെന്റ് ഇറിവേഴ്സിബിൾ ബ്രൗണിങ് ഇൻ വാക്യൂം പാക്കേജിങ് ദ ഓക്സിജൻ, അതായത് മെത്മയോഗ്ലോബിൻ ഫോം ചെയ്യുന്നതിന് കൊണ്ട് വാക്യൂം പാക്കേജിങ്ങിൽ ഓക്സിജൻ്റെ അളവ് 500 ppm കുറവായിരിക്കണം. അതുപോലെ തന്നെ വാക്യൂം പാക്കേജിങ് ഓഫേഴ്സ് എക്സലന്റ് പ്രൊട്ടക്ഷൻ അഗേൻസ്റ്റ് ഫ്രീസർ ബേൺ. അപ്പോൾ ഇതൊക്കെ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ ഇതിൽ ഓൾ ഓഫ് ദ എബോവ് ആണ് കറക്റ്റ് ആൻസർ, ഓപ്ഷൻ ഡി ആണ്. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ഗ്യാസസ് സ്റ്റാൻഡിങ് ഇൻ പിഗ് ആർ കറക്റ്റ്. അപ്പോൾ ഇതിലത്തെ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരിക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് സ്റ്റെൻഡിങ് റിസൾട്ട് ഇൻ റിലാക്സ്ഡ് കർക്കാസ് ഫെസിലിറ്റേറ്റിംഗ് ഈസിയർ ഡീഹെയറിംഗ് ആൻഡ് ഡ്രസ്സിങ്, ഇത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. അതുപോലെ തന്നെ CO2 സ്റ്റെൻഡിങ് റെഡ്യൂസസ് ഇൻക്രീസ്ഡ് ഇൻഡ്യൂസസ് PSC, അതായത് പെയിൽ സോഫ്റ്റ് ഓക്സിഡേറ്റീവ് മീറ്റ് അത് ഇൻഡ്യൂസ് ചെയ്യും. അതുപോലെ തന്നെ inert gas standing has a fast induction of unconsciousness but slow recovery, requiring short exposure time to be effective, ഇത് റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. അതുപോലെ തന്നെ CO2 സ്റ്റെൻഡിങ് അസോസിയേറ്റഡ് വിത്ത് ലോവർ ലേബർ റിക്വയർമെന്റ്സ്, ഇത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ ഇതിൽ ഓപ്ഷൻസ് ബി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. അതായത് ഫസ്റ്റ്, സെക്കൻഡ് ആൻഡ് ഫോർത്ത് സ്റ്റേറ്റ്മെന്റ്, തേർഡ് സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. So next, which of the following practices best ensure the welfare and meat quality of pig pre-slaughter care? അപ്പോൾ അതിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരിക്കുന്നത് പ്രൊവൈഡ് പിഗ് വിത്ത് മൊളാസസ് വാട്ടർ മിക്സ് ബിഫോർ ട്രാൻസ്പോർട്ട് ഹെൽപ്പ് ദ പ്രിവെന്റ് ഗ്ലൈക്കോജൻ ലോസ്, അത് കറക്റ്റ് ആണ്. അതുപോലെ തന്നെ ഷവറിംഗ് പിഗ് വിത്ത് കോൾഡ് വാട്ടർ ഇൻ ലെയറേജ് ടു റെഡ്യൂസ് ബോഡി ടെമ്പറേച്ചർ, അത് റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. അതുപോലെ തന്നെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് മിക്സിംഗ് ഓഫ് പിഗ് ഓഫ് ഡിഫറെന്റ് സോഷ്യൽ ഗ്രൂപ്പ്സ് ജസ്റ്റ് ബിഫോർ ട്രാൻസ്പോർട്ടേഷൻ ഹെൽപ്സ് ടു മിനിമൈസ് ഫൈറ്റിംഗ് ആൻഡ് സ്ട്രെസ്, ഇത് റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. അതുപോലെ തന്നെ അവോയ്ഡിംഗ് റഫ് ഹാൻഡ്ലിംഗ് ആൻഡ് ഐസൊലേഷൻ ഓഫ് ദ ആനിമൽസ് ഫ്രം their social groups helps to reduce, അതായത് ഫോർത്ത് സ്റ്റേറ്റ്മെന്റും റോങ് ആണ്. അപ്പോൾ ഇതിൽ കറക്റ്റ് അതായത് ഷവർ ചെയ്ത് കൂളാക്കുന്നത്, അതുപോലെ തന്നെ പിന്നെ മൊളാസസ് വാട്ടർ അതിന് കൊടുത്തിട്ട് ഗ്ലൈക്കോജൻ കണ്ടന്റ് ഇൻക്രീസ് ചെയ്യുന്നത്, രണ്ടും കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ഇൻ കേസ് ഓഫ് പിഗ് ഫോർ പ്രീ സ്ലോട്ടർ കെയർ. സോ ഇതിൽ കറക്റ്റായിട്ട് വരുന്നത് ഫസ്റ്റ്, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. സോ നെക്സ്റ്റ് വൺ, ട്രൂ ഇൻഡിക്കേറ്റർ ഓഫ് ഫീക്കൽ കണ്ടാമിനേഷൻ ഓഫ് മീറ്റ്. അതിൽ ഓപ്ഷൻസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഈക്കോളൈ, അതുപോലെ തന്നെ സാൽമണല്ല, സ്ട്രെഫൈലോകോക്കസ് ആൻഡ് കാംഫൈലോബാക്ടർ ആണ്. അപ്പോൾ അതിൽ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. അതായത് ഈക്വലൈ മാത്രമാണ് ട്രൂ ഇൻഡിക്കേറ്റർ ഓഫ് ഫീക്കൽ കണ്ടാമിനേഷൻ എന്ന് പറഞ്ഞത്. സോ നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് അബൌട്ട് പൗൾട്രി പ്രോസസിംഗ് ഈസ് കറക്റ്റ്. ഇതിൽ പൗൾട്രി കറക്റ്റിംഗുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ഓക്കെ, അപ്പോൾ അതിൽ ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത് ബ്ലീഡിംഗ് ടൈം ഇൻ ചിക്കൻ ഈസ് അപ്രോക്സിമേറ്റ്ലി 2 to 3 minutes, കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. അതുപോലെ തന്നെ ഇൻ സോഫ്റ്റ് സ്കാൽഡിംഗ് ദ ടെമ്പറേച്ചർ യൂസ്ഡ് 50 degrees Celsius ഫോർ 1.5 to 2 minutes, കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഹാർഡ് സ്കാൽഡിംഗ് ജനറലി ഫോളോഡ് ഫോർ
വാട്ടർ ബേർഡ്സ് ആൻഡ് ബ്രീഡിങ്, അത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. അതുപോലെ തന്നെ സ്കാർഡിംഗ് ടെമ്പറേച്ചർ ഫോർ മെച്യൂർ ബേർഡ് അറൌണ്ട് 65 അല്ല 70+ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് റോങ് സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്നുള്ളത് ഓപ്ഷൻ ബി ആണ്. അതായത് 1, 2 and 3 ആണ് കറക്റ്റ് ആൻസർ. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ which of the following statement about Staphylococcus aureus food poisoning is correct? ഇതിൽ Staphylococcus aureusന്റെ ഫുഡ് പോയ്സണിങ് ആയിട്ട് റിലേറ്റ് ചെയ്ത കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ Staph aureus causes food poisoning mostly by intoxication. അത് കറക്റ്റ് ആണ്. അതുപോലെ തന്നെ ഫുഡ് പോയ്സണിങ് Staphylococcus aureus occurs due to ingestion of endotoxins. അത് എക്സോടോക്സിൻസ് ആണ്, റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. അതുപോലെ തന്നെ Staphylococcus aureus produces ഹീറ്റ് സ്റ്റേബിൾ ടോക്സിൻസ്, അതും കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. അതുപോലെ തന്നെ അപ്പോൾ അതിൽ കറക്റ്റ് ഇപ്പം ഇത് രണ്ടും വരുന്ന ഓപ്ഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ 1 അതുപോലെ തന്നെ ഓപ്ഷൻ 3 കറക്റ്റ് ആയിട്ടുള്ളത് ഓപ്ഷൻ എ ആണ്. അപ്പോൾ അതായത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് അതുപോലെ തന്നെ തേർഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആയിട്ടുള്ളത് ഓപ്ഷൻ എ ആണ്. അപ്പോൾ അതിൽ നമുക്ക് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയാം. സോ ദ നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ്ലി ഡിസ്ക്രൈബ് ദ ഗ്രേഡിംഗ് ഓഫ് ചിക്കൻ കർക്കാസ് വിത്ത് ദി വിങ്ങറ്റ് പോർഷൻസ് ഓഫ് വിങ് മിസ്സിംഗ്. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് വെച്ച് കഴിഞ്ഞാൽ ദ മിസ്സിംഗ് വിങ്ങറ്റ് affect the appearance of the carcass, അത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. അതുപോലെ തന്നെ എ ചിക്കൻ കർക്കാസ് വിത്ത് മിസ്ലീഡിംഗ് വിങ്ങറ്റ് ഈസ് ഗ്രേഡഡ് ആസ് മിസ്സിംഗ് വിങ്ങറ്റ് ഈസ് ഗ്രേഡഡ് ആസ് എ ഗ്രേഡ്. അത് റോങ് ആണ്. അതായത് വിങ്ങറ്റ് ഉണ്ടെങ്കിൽ അത് എ ഗ്രേഡ് ആയിട്ട് എടുക്കില്ല. അതുപോലെ തന്നെ മിസ്സിംഗ് പാർട്ട് സച്ച് ആസ് വിങ്ങറ്റ് ടിപ്പിക്കലി റിസൾട്ടിങ് ഇൻ ഡൗൺ ഗ്രേഡിംഗ് ടു ബി ഗ്രേഡ്, അത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. അതുപോലെ തന്നെ ദ കർക്കാസ് മേ സ്റ്റിൽ ഗ്രേഡ് ഫോർ സി ഗ്രേഡ് ഡിപ്പെൻഡിങ് അപ്പോൺ അഡീഷണൽ അതർ ഡിഫക്റ്റ്. അപ്പോൾ അത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. അത് വിങ്ങറ്റ് ലോസ് ആയാലും അതിൻ്റെ കൂടെ തന്നെ ഇനി അതർ ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീഗ്രേഡേഷൻ നടക്കും ഗ്രേഡിങ്ങിൽ. ഇപ്പോൾ ഫർദർ ലോവർ ഗ്രേഡിലേക്കാണ് അത് മാറ്റുക. അതുകൊണ്ട് തന്നെ അതിൽ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് സ്റ്റേറ്റ്മെന്റ് 1 അതുപോലെ തന്നെ 3ഉം 4ഉം ആണ്. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് വരുന്നത് ഓപ്ഷൻ ബി ആണ്. അപ്പോൾ ഇതാണ് കറക്റ്റ് ആൻസർ. സോ നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ കറക്റ്റ് അബൌട്ട് ദ ടെസ്റ്റ് ഇൻ ദ അബറ്റോയർ. അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മാലക്കൈറ്റ് ഗ്രീൻ ടെസ്റ്റ് യൂസ്ഡ് ഡിറ്റക്ടിങ് ഇംപെർഫെക്റ്റ് ബ്രീഡിംഗ് കർക്കാസ്, അത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. റെമിങ്ടൺസ് ആൻഡ് ഹോറി ടെസ്റ്റ് ഈസ് യൂസ്ഡ് ഫോർ ഡിറ്റക്ടിങ് ജോണ്ടിസ്, അതും കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. മാലക്കൈറ്റ് ഗ്രീൻ ഡിറ്റക്ടിങ് ബോത്ത് ജോണ്ടിസ് ആൻഡ് ഇംപെർഫെക്റ്റ് ബ്രീഡിംഗ്, അത് റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം ജോണ്ടിസ് ഡിറ്റക്ട് ചെയ്യാൻ പറ്റില്ല. റെമിങ്ടൺ ഫ്ലോറി ടെസ്റ്റ് ഈസ് യൂസ്ഡ് ഫോർ ഡിറ്റക്ടിങ് ഇംപെർഫെക്റ്റ് ബ്രീഡിംഗ് ഇൻ കർക്കാസ്, അതും റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ ഓപ്ഷൻ സ്റ്റേറ്റ്മെന്റ് 1ഉം 2ഉം ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. സോ അക്കോർഡിംഗ് ടു ഓപ്ഷൻ ബി അതിൽ കൊടുത്തിരിക്കുന്നത് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ അത് കറക്റ്റ് ആൻസർ ആണ് ഓപ്ഷൻ ബി. സോ ദ നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ കറക്റ്റ് അബൌട്ട് അബറ്റോയർ. അബറ്റോയറുമായിട്ട് റിലേറ്റ് ചെയ്ത ഇതിലത്തെ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് ഒന്ന് ലെയറേജ് ഏരിയ ഫോർ കാറ്റിൽ അബറ്റോയർ ഷുഡ് ഹാവ് അഡിക്വേറ്റ് സ്പേസ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ വി റേസ് ഈസ് എ പാത്ത് ദാറ്റ് കണക്ട് ലെയറേജ് ആൻഡ് സ്ലോട്ടർ ഓഫ് എൻ അബറ്റോയർ. സ്ലോട്ടർ അതായത് ഈ ലെയറേജിന് അതുപോലെ തന്നെ സ്ലോട്ടർ ഹൗസിനെയും കണക്ട് ചെയ്യുന്ന ആ ഒരു പാത്തിനെയാണ് വി റേസ് എന്ന് പറയുന്നത്. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. സോ ഫസ്റ്റ് സെക്കൻഡും കറക്റ്റ് ആണ്. തേർഡ് പറഞ്ഞത് ഇൻസ്പെക്ഷൻ ഏരിയയിലുള്ള ലൈറ്റിംഗ് ആണ്, അത് 540 ലൂമാക്സ് ആണ്, അത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. അതുപോലെ തന്നെ ദ ഏജിങ് റൂം ടെമ്പറേച്ചർ ഈസ് നോർമലി മെയിൻറ്റെയിൻ അറ്റ് 10 to 15 degrees സെൽഷ്യസ്, അത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബോവ് ആണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അക്കോർഡിംഗ് ടു, അതായത് ഓപ്ഷൻ ഡി പ്രകാരം എല്ലാ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. അപ്പോൾ ഇതിൽ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following statement is correct about emulsifying properties of an egg. അപ്പോൾ അതിൽ എഗ്ഗിൻ്റെ ഇമൽസിഫൈങ് പ്രോപ്പർട്ടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെന്റ് വെച്ച് കഴിഞ്ഞാൽ എഗ് യോക്ക് കണ്ടെയ്ൻ ഇമൽസിഫയർ ലൈക്ക് ലെസിറ്റിൻസ് ദാറ്റ് ഹെൽപ്പ് സ്റ്റെബിലൈസ് ഓയിൽ ഇൻ വാട്ടർ, അത് കറക്റ്റാണ്. ഇമൽസിഫൈങ് പ്രോപ്പർട്ടീസ് ആർ എസെൻഷ്യൽ ഇൻ പ്രോഡക്ട്സ് ലൈക്ക് മയോണീസ് ആൻഡ്
സലാഡ് ഡ്രസ്സിങ്, അതും കറക്റ്റാണ്. എഗ് വൈറ്റ് ആർ ഈക്വലി ഇഫക്റ്റീവ് ആസ് യോക്ക് ഇൻ ഇമൽസിഫൈങ് മിക്സ്ചർ, അത് റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. അതുപോലെ തന്നെ എഗ് വൈറ്റ് ഹാവിംഗ് മോർ ഇമൽസിഫൈങ് പ്രോപ്പർട്ടി ദാറ്റ് യോക്ക്, അതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ദെൻ ദ ഇമൽസിഫൈങ് ആക്ഷൻ കോൺട്രിബ്യൂട്ട് സ്മൂത്ത് ടെക്സ്ചർ ഇൻ ഫുഡ് പ്രൊഡക്ട്സ്, അപ്പോൾ അതിൽ അതും കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ ഓപ്ഷൻ 1, 2 and 4 ആർ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത്. സോ നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ കറക്റ്റ് അബൌട്ട് ക്വിക്ക് ഫ്രീസിങ്. ക്വിക്ക് ഫ്രീസിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണെന്നാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതിൽ ക്വിക്ക് ഫ്രീസിങ് റിസൾട്ട് ഇൻ ഫോർമേഷൻ ഓഫ് ലാർജ് ഐസ് ക്രിസ്റ്റൽസ് ഇൻ മീറ്റ്. അതുപോലെ തന്നെ അതായത് ഒരിക്കലും അത് ലാർജ് ഐസ് ക്രിസ്റ്റൽസിനെ ഫോം ചെയ്യില്ല. ക്വിക്ക് ഫ്രീസിങ് റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇംപ്രൂവ് ടെൻഡർനെസ് ഓഫ് മീറ്റ് ബൈ ബ്രേക്കിംഗ് ഡൗൺ മസിൽ ഫൈബർ, അതും റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഫ്രീസിംഗ് പ്രോസസ് ഒക്കെ സച്ച് ടെമ്പറേച്ചർ ബിലോ, അത് -30 കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. അതുപോലെ തന്നെ ക്വിക്ക് ഫ്രീസിംഗ് ഹെൽപ്സ് ടു റീറ്റെയിൻ സെൻസറി ആൻഡ് ന്യൂട്രീഷണൽ പ്രോപ്പർട്ടി, അതും കറക്റ്റ്. അതായത് സ്മോൾ ഐസ് ക്രിസ്റ്റൽ ഫോം ചെയ്യുന്നതുകൊണ്ട് സെൻസറി ന്യൂട്രീഷണൽ പ്രോപ്പർട്ടി റീറ്റെയിൻ ചെയ്യും. അപ്പോൾ ഓപ്ഷൻ ബി 3 and 4 സ്റ്റേറ്റ്മെന്റ് ആർ കറക്റ്റ്. അതുപോലെ തന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വെച്ച് കഴിഞ്ഞാൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ്ലി കംപ്ലീറ്റ്സ് ദ സെന്റൻസ് ബേസ്ഡ് ഓൺ ദി ഇറാഡിയേഷൻ ഇൻ മീറ്റ് പ്രിസർവേഷൻ. സോ അതിൽ ഫസ്റ്റ് വരുന്നത് ബൈ ഇറാഡിയേഷൻ ഇസ് വെരി ഡിഫിക്കൽട്ട് ടു ഡിസ്ട്രോയ് ഡാഷ് ആൻഡ് ഡാഷ് ഇൻ മീറ്റ് ആൻഡ് ദാറ്റ് ഓഫ് ഓർഡർ ദാറ്റ് ഡെവലപ്പ് ഡ്യൂറിങ് ദ ഇറാഡിയേഷൻ്റെ സമയത്ത് നമുക്കറിയാം വെറ്റ് ഡോഗ് ഓർഡറാണ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ട് ഓപ്ഷനാണ് നമുക്ക് കൺഫ്യൂസിങ് ആയിട്ട് വരുന്നത്. അതിൽ വൈറസ് എൻസൈം ആണോ അല്ല ബാക്ടീരിയോ ഫേജും ബാക്ടീരിയ ആണോ കറക്റ്റ് ആയിട്ട് വരുന്നതെന്നാണ് നമ്മുടെ ഒരു കൺഫ്യൂഷൻ. അപ്പോൾ അതിൽ കറക്റ്റായിട്ട് വരുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞത് വൈറസ് ആൻഡ് എൻസൈം ആണ്. കാരണം ബാക്ടീരിയ എന്തായാലും ഡിസ്ട്രോയ് ആവും, എൻസൈമിന്റെ കുക്ക് വാല്യൂ അല്ലെങ്കിൽ ആ ഇറാഡിയേഷൻ റെസിസ്റ്റൻസ് കുറച്ചുകൂടെ കൂടുതലാണ്. അപ്പോൾ കറക്റ്റ് ആൻസർ ചെയ്യുന്ന ഓപ്ഷൻ ബി ആണ്. ഓക്കെ, സോ ദ നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് റോങ് എന്നുള്ളതാണ്. വിത്ത് റെസ്പെക്ട് ടു എഗ്, അതിൽ എഗ് ഈസ് ഡെഫിഷ്യന്റ് ഇൻ ഡാഷ് ആൻഡ് മിനറൽ. ഓക്കെ, അപ്പൊ എഗ് ഡെഫിഷ്യന്റ് ആയിട്ടുള്ളത് ഏതാണ്? അപ്പൊ അതിൽ നമുക്കറിയാം, എല്ലാവർക്കും അറിയുന്ന ഒരു ആൻസർ ആണ് എഗ് എന്തായാലും വൈറ്റമിൻ എ ഡെഫിഷ്യന്റ് ആണ്. അതുപോലെ തന്നെ പിന്നെ വൈറ്റമിൻ സി ഡെഫിഷ്യന്റ് ആണ്. അതുപോലെ തന്നെ അയോണും ഡെഫിഷ്യന്റ് ആണ്. അപ്പൊ അതിൽ ഓപ്ഷനായിട്ട് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. അതായത് വൈറ്റമിൻ സി ഡെഫിഷ്യന്റ് ആണ്. അതുപോലെ തന്നെ അയോണും ഡെഫിഷ്യന്റ് ആണ്. അതായത് വൈറ്റമിൻ ഡി റിച്ച് ആണ്. അതുപോലെ തന്നെ അപ്പോൾ ഈ ഓപ്ഷൻ തെറ്റായിരിക്കും. അതുപോലെ തന്നെ വൈറ്റമിൻ എ റിച്ച് ആണ്. അതുപോലെ തന്നെ കാൽസ്യം റിച്ച് ആണ്. അതുപോലെ തന്നെ വൈറ്റമിൻ B1 മാഗ്നീഷ്യം റിച്ച് ആണ്. അപ്പോൾ ഇതിൽ കറക്റ്റ് ഓപ്ഷനായിട്ട് വരുന്നത് പിന്നെ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. So the next one, in canning or retorting, the time required to destroy the given number of organism in a specific temperature is known as. അതായത് ഒരു സ്പെസിഫിക് ടെമ്പറേച്ചറിൽ പിന്നെ നമുക്കൊരു സ്പെസിഫിക് നമ്പർ ഓഫ് ഓർഗാനിസം ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ട ടൈമിനെ നമ്മൾ കോമൺലി എന്താണ് പറയുന്നതെന്നാണ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് TDT, തെർമൽ ഡെത്ത് ടൈമാണ്. TDT ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ, ഇൻ സ്പീഷീസ് identification of animal product by PCR RFLP, the sequence of which mitochondrial genes is commonly employed. അപ്പോൾ ഏത് മൈറ്റോകോൺഡ്രിയൽ ജീനാണ് കോമൺലി നമ്മൾ അതിന് യൂസ് ചെയ്യുന്നത്, അതാണ് ഇതിലത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞത്. അപ്പോൾ അതിൽ കറക്റ്റായിട്ട് ആൻസർ വരുന്നത്, കറക്റ്റ് ഓപ്ഷൻ വരുന്നത് സൈറ്റോക്രോം B ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ നെക്സ്റ്റ് വൺ, which of the following statement are correct about the benefits of meat aging? അപ്പോൾ മീറ്റ് ഏജിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിൽ ഫസ്റ്റ്, ഏജിങ് ഇംപ്രൂവ് ദ ഓവറോൾ ടെക്സ്ചർ ആൻഡ് ഫ്ലേവർ ഓഫ് മീറ്റ്. ഇറ്റ് റെഡ്യൂസസ് വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി ഓഫ് മീറ്റ്. വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി ഒരിക്കലും റെഡ്യൂസ് ചെയ്യില്ല. അതുപോലെ തന്നെ ദ ഏജിങ് ഓഫ് മീറ്റ് ഇസ് മെയിൻലി ഡ്യൂ ടു ദി ആക്ഷൻ ഓഫ് എൻസൈം ലൈക്ക് കാറ്റെച്ചിൻസ്, കറക്റ്റ് ആണ്. ഏജിങ് എൻഹാൻസസ് മാർക്കറ്റ് വാല്യൂ, അതും കറക്റ്റ് ആണ്. അപ്പോൾ ഓപ്ഷൻ 2 മാത്രമാണ് റോങ് ആയിട്ടുള്ള, സ്റ്റേറ്റ്മെന്റ് 2 മാത്രമാണ് റോങ് ആയിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് അക്കോർഡിംഗ് ടു ദി സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആയിട്ട് വരുന്നത്. സോ നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ ഇൻകറക്റ്റ് അബൌട്ട് സർട്ടിഫിക്കേഷൻ ഓഫ് ഓർഗാനിക് മീറ്റ് ഇൻ ഇന്ത്യ. അപ്പോൾ ഓർഗാനിക് മീറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള
സ്റ്റേറ്റ്മെന്റ്സിൽ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്നുള്ളതാണ് ചോദ്യം. അതിൽ ഫസ്റ്റ് വന്നിട്ടുള്ളത് നാഷണൽ പ്രോഗ്രാം ഫോർ ഓർഗാനിക് സർട്ടിഫിക്കേഷൻ, നാഷണൽ പ്രോഗ്രാം ഫോർ ഓർഗാനിക് പ്രൊഡക്ഷൻ, NPOP, ഓവർസീസ് ഓർഗാനിക് സർട്ടിഫിക്കേഷൻ. അത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ അതുപോലെ തന്നെ പിന്നെ ഇതിൽ ഏതാണ് ഇൻകറക്റ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. അതുപോലെ തന്നെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഓർഗാനിക് മീറ്റ് പ്രൊഡക്ഷൻ പ്രോഹിബിറ്റ് യൂസ് ഓഫ് വാക്സിൻസ് ആണ്. അത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. അതുപോലെ തന്നെ അത് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഒരിക്കലും വാക്സിൻസിനെ സപ്പോർട്ട് ചെയ്യില്ല. അതുപോലെ തന്നെ ഫാമേഴ്സ് മസ്റ്റ് അണ്ടർഗോ കൺവേർഷൻ പീരിയഡ് ടു ട്രാൻസിഷൻ ടു ഓർഗാനിക് പ്രൊഡക്ട്സ്. അത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. അതുപോലെ തന്നെ സർട്ടിഫിക്കേഷൻ അലോ ദ യൂസ് ഓഫ് ജെനറ്റിക്കലി മോഡിഫൈഡ് ഫുഡ്സ്. ഇതും കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ഇതിൽ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആയിട്ടുള്ളത് 1 അതുപോലെ തന്നെ 3 ആണ്. ഇതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുള്ളത് 1 3 ആണ്. അതിൽ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വന്നിട്ടുള്ളത് 2 അതുപോലെ തന്നെ 4 ആണ്. അപ്പൊ ഇത് രണ്ടുമാണ് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, 2 and 4. So next one, which of the following statement is or are correct about curing ingredients in meat processing? അപ്പോൾ ഇതിൽ ഓപ്ഷൻസ് ആയിട്ട് വന്നിട്ടുള്ളത് സോഡിയം നൈട്രേറ്റ് ഈസ് എ ബേസിക് ക്യൂറിംഗ് ഏജന്റ് യൂസ്ഡ് ഇൻ മീറ്റ് പ്രൊഡക്ഷൻ ടു ഡെവലപ്പ് ദ ഫ്ലേവർ. കറക്റ്റ് ആണ്. ഷുഗർ ഇൻ ക്യൂറിംഗ് സെർവ്സ് ആസ് എ ഫ്ലേവർ എൻഹാൻസർ. അത് കറക്റ്റ് ആണ്. സാൾട്ട്നെസ് കുറയ്ക്കാൻ യൂസ് ചെയ്യും. അതുപോലെ തന്നെ ഫോസ്ഫേറ്റ്സ് ക്യൂറിംഗ് മിക്സിംഗ് ഇംപ്രൂവ് ദി ടെൻഡർനെസ് ബൈ ഇംപ്രൂവിംഗ് ഫോസ്ഫേറ്റ് ആഡ് ചെയ്ത് എപ്പോഴും വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി കൂടും. അതുപോലെ ക്യൂറിംഗ് ഏജന്റ് ആർ പ്രൈമർലി യൂസ് ടു ഇംപ്രൂവ് ദ കളർ ആൻഡ് ഫ്ലേവർ ഓഫ് ദ മീറ്റ് പ്രൊഡക്ട്സ്. അപ്പോൾ അതും കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ ഇതെല്ലാം ഓൾ ഓഫ് ദ എബോവ് ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. സോ ദ നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യൂറിംഗ് ഏജന്റ്സ് ആർ റെസ്പോൺസിബിൾ ക്യാരക്ടറിസ്റ്റിക് പിങ്ക് കളർ. ക്യാരക്ടറിസ്റ്റിക് പിങ്ക് കളറിന് കാരണമായിട്ടുള്ള ക്യൂറിംഗ് ഏജന്റ്സ് ഏതൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇതിൽ സോഡിയം നൈട്രേറ്റും അതുപോലെ തന്നെ പൊട്ടാസ്യം നൈട്രേറ്റും ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഓപ്ഷൻ 2 and 4 ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ. സോ നെക്സ്റ്റ്, ലോവർ റീറ്റൻഷൻ ഫാക്ടർ ദാറ്റ് ഈസ് in thin layer chromatography indicates. അത് lower RF value retention factor in thin layer chromatography indicates. അതിൽ ഓപ്ഷൻ ബി, ഹയർ പൊളാരിറ്റി ഓഫ് ദ സോല്യൂട്ട് ആണെങ്കിൽ അതിൽ പെട്ടെന്ന് അത് എല്യൂട്ട് ആയിട്ട് പോകും. അപ്പോൾ റീറ്റൻഷൻ വാല്യൂ അല്ലെങ്കിൽ റീറ്റൻഷൻ ഫാക്ടർ അല്ലെങ്കിൽ റീറ്റൻഷൻ ടൈം കുറവായിരിക്കും. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അതുപോലെ തന്നെ ഇൻ റിവേഴ്സ് ഫേസ് ക്രോമറ്റോഗ്രാഫി സ്റ്റേഷനറി ഫേസ്, അതായത് റിവേഴ്സ് ഫേസ് ക്രോമറ്റോഗ്രാഫിയിൽ എപ്പോഴും സ്റ്റേഷനറി ഫേസ് എന്ന് പറഞ്ഞത് നോൺ പോളാർ ആയിരിക്കും. അതുപോലെ തന്നെ മൊബൈൽ ഫേസ് എന്ന് വെച്ചാൽ പോളാറും ആയിരിക്കും. റിവേഴ്സ് ഫേസ് ക്രോമറ്റോഗ്രാഫിയിൽ സ്റ്റേഷനറി ഫേസ് നോൺ പോളാറും അതുപോലെ തന്നെ മൊബൈൽ ഫേസ് പോളാറും ആയിരിക്കും. അതുപോലെ തന്നെ സോപ്പ് ബബിൾ ഫ്ലോ മീറ്റർ ഈസ് യൂസ്ഡ് ഇൻ, അതായത് സോപ്പ് ബബിൾ ഫ്ലോ മീറ്റർ ഏതിലാണ് കോമൺലി യൂസ് ചെയ്യുന്നത്? സോപ്പ് ബബിൾ ഫ്ലോ മീറ്റർ ഈസ് കോമൺലി യൂസ്ഡ് ഇൻ, നമ്മൾ ഈ ഇതിൽ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് ഗ്യാസ് ക്രോമറ്റോഗ്രാഫി, അതുപോലെ തന്നെ വിസ്കോമീറ്റർ, അതുപോലെ തന്നെ ടെക്സ്ചർ അനലൈസർ, അതുപോലെ തന്നെ ഫാരിനോഗ്രാഫ് ഒക്കെയാണ്. അപ്പം അതിൽ കോമൺലി ഈ സോപ്പ് ബബിൾ ഫ്ലോ മീറ്റർ കോമൺലി യൂസ് ചെയ്യുന്ന ഗ്യാസ് ക്രോമറ്റോഗ്രാഫിയിലാണ്. ഓക്കെ. So the next one, which is the solvent used in infrared spectroscopy? Infrared spectroscopyയിൽ നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന സോൾവെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാർബൺ ടെട്രാ ക്ലോറൈഡ് ആണ്. ഓക്കെ, അതായത് റെഫ്രിജറന്റ് കൂടിയാണ് കാർബൺ ടെട്രാ ക്ലോറൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അതുപോലെ തന്നെ അപ്പോൾ ഇതിൽ കറക്റ്റ് ആൻസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാർബൺ ടെട്രാ ക്ലോറൈഡ് ആണ്. സോ ദ നെക്സ്റ്റ് വൺ, the hormone that inhibit the calcium absorption. ഈ കാൽസ്യം അബ്സോർപ്ഷനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ഹോർമോൺ ഏതാണെന്നാണ്. അതിന് ആൻസർ കാൽസിട്രോണിൻ ആണ്. അതുപോലെ തന്നെ ഫോർ ഡിം ലൈറ്റ് വിഷൻ, ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്? അപ്പോൾ ഇതിലെ സ്റ്റേറ്റ്മെന്റ്സിൽ സിസ് റെറ്റിനോൾ ഈസ് കൺവേർട്ടഡ് ടു ട്രാൻസ് റെറ്റിനോൾ. അപ്പോൾ സിസ് റെറ്റിനോൾ ഈസ് കൺവേർട്ടഡ് ടു ട്രാൻസ് റെറ്റിനോൾ, അത് തന്നെയാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ ബാക്കിയുള്ള ഓപ്ഷനിലേക്ക് പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. സോ ദ നെക്സ്റ്റ് വൺ, HCl and potassium ferrocyanate are used to detect. അതിൽ HCl പൊട്ടാസ്യം സയനൈഡ് നമ്മൾ എന്ത് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോമൺലി
യൂസ് ചെയ്യുന്നത് ഇൻ ടീ. അപ്പം ടീയിലെ ചിക്കോറി ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പൊട്ടാസ്യം HCl അതുപോലെ തന്നെ പൊട്ടാസ്യം ഫെറോസയനൈഡ് യൂസ് ചെയ്യുന്നത്. സാധാരണ കോഫിയിലാണ് ചിക്കോറി അഡൾട്രേറ്റ് ചെയ്യുക, പക്ഷെ അവർ നമുക്ക് കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിലെ കറക്റ്റ് ആൻസർ വെച്ച് കഴിഞ്ഞാൽ ചിക്കോറിയാണ്. സോ നെക്സ്റ്റ് വൺ, മോസ്റ്റ് കോമൺ പോളാർ അബ്സോർബൻറ്റ് വിച്ച് ഈസ് കോമൺലി യൂസ്ഡ് ഇൻ കോളർ ക്രോമറ്റോഗ്രാഫി. അപ്പോൾ അതിലെ ആൻസർ എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും സിലിക്ക ജെൽ അല്ലെങ്കിൽ C18 കോളം അതായത് സിലിക്ക കോളാണ് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത് പോളാർ അബ്സോർബൻറ്റ് ഇൻ കോളർ ക്രോമറ്റോഗ്രാഫിയിൽ. അതുപോലെ തന്നെ നെക്സ്റ്റ് വൺ, സെലീനിയം കോമ്പീറ്റ് വിത്ത് ഡാഷ് ഇൻ ബയോളജിക്കൽ പാത്വേ. ബയോളജിക്കൽ പാത്വേയിൽ സെലീനിയം ഈസ് ഓൾവേസ് കോമ്പീറ്റ് ചെയ്യുന്നത് എന്തുമായിട്ടായിരിക്കും? അപ്പോൾ ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ ബി, സൾഫർ ആണ്. സോ ദ നെക്സ്റ്റ് വൺ, കെഡ്ലാൻ ഈസ് എ ടൈപ്പ് ഓഫ്. കെഡ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അത് പെക്റ്റിൻ ആണോ, ലെഗ്നിൻ ആണോ, ഗം ആണോ, ബീറ്റ ഗ്ലൂക്കൻ ആണോ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് ബീറ്റ ഗ്ലൂക്കൻ ആണ്. സോ നെക്സ്റ്റ് വൺ, ഫിസിക്കൽ ആക്ടിവിറ്റി റേഷ്യോ അല്ലെങ്കിൽ PAR ഈസ് റെഫേഴ്സ് ടു. PAR എന്ന് വെച്ചാൽ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസറായിട്ട് വരുന്നത് എനർജി കോസ്റ്റ് ഓഫ് ആൻ ആക്ടിവിറ്റി പെർ യൂണിറ്റ് ടൈം, അല്ലെങ്കിൽ എനർജി കോസ്റ്റ് ഓഫ് ആൻ ആക്ടിവിറ്റി പെർ യൂണിറ്റ് ടൈമിനെയാണ് നമ്മൾ ഫിസിക്കൽ ആക്ടിവിറ്റി റേഷ്യോ എന്ന് പറയുന്നത്. സോ ദ നെക്സ്റ്റ് വൺ, RDA ഓഫ് അയൺ ഫോർ അഡൾട്ട് വുമൻ്റെ RDA അതായത് RDA ഫോർ അയൺ എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ആൻസർ 29 മില്ലിഗ്രാം ആണ്. അപ്പോൾ പ്രഗ്നൻറ്റ് വുമൺ ഇറ്റ് ഈസ് 27, വുമൻസിൽ 29, അതുപോലെ തന്നെ മെയിൽസിൽ ഇറ്റ് ഈസ് 18 മില്ലിഗ്രാം ആണ്. അപ്പോൾ വുമൻസിൽ അയണിൻ്റെ അത് വാല്യൂ RDA ഭയങ്കര കൂടുതലായിരിക്കും. അപ്പോൾ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. അപ്പോൾ ഓപ്ഷൻ സി ഫോർ വുമൺ, അപ്പോൾ ഇൻ കേസ് ഓഫ് അയൺ. സോ ദ നെക്സ്റ്റ് വൺ, കോമൺ റിയേജൻറ്റ് യൂസ്ഡ് ഫോർ ഡിസൊല്യൂഷൻ ഓഫ് സാമ്പിൾ ഇൻ AS, ആറ്റോമിക് അബ്സോർപ്ഷൻ സ്പെക്ട്രോസ്കോപ്പിയിൽ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന റിയേജൻറ്റ് ഏതാണെന്നാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൽ ഓപ്ഷൻ കറക്റ്റായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്, അത് HCl-ഉം അതുപോലെ തന്നെ നൈട്രസ് ഓക്സൈഡ് ആണ് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത്. സോ HCl വിത്ത് നൈട്രിക് ആസിഡ് ആണ് നമ്മൾ ഇതിൽ ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. സോ ദ നെക്സ്റ്റ് വൺ, ഫൈബർ റെസിഡ്യൂ ആഫ്റ്റർ കെമിക്കൽ ഡൈജഷൻ ഈസ് കറക്റ്റഡ് ഫോർ ആഷ് ടെസ്റ്റ്. അപ്പോൾ ഇതിൽ ഫൈബർ റെസിഡ്യൂ റിമൂവ് ചെയ്യാൻ വേണ്ടി ആഷ് ടെസ്റ്റിന് വേണ്ടി ഫൈബർ റെസിഡ്യൂ കെമിക്കൽ ഡൈജഷന് ശേഷം ബാക്കി വരുന്ന ഫൈബർ റെസിഡ്യൂ റിമൂവ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ടെക്നിക്സ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇവാപറേഷൻ വഴിയും സബ്ലിമേഷൻ വഴിയും ക്രയോ ഫ്രീസിങ് വഴിയും ഒന്നും റിമൂവ് ചെയ്യാൻ പറ്റില്ല, അതിന് ഇഗ്നൈറ്റ് തന്നെ ചെയ്യണം, ഹീറ്റ് ചെയ്ത് തന്നെ കളയണം. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. സോ ദ നെക്സ്റ്റ് വൺ, മിനിമം ക്വാളിറ്റി ഓഫ് സാമ്പിൾ ഓഫ് സ്പീഷീസ് റിക്വയർഡ് ഫോർ, അതായത് സ്പൈസസിൽ മിനിമം ക്വാണ്ടിറ്റി ഓഫ് സ്പൈസസ് റിക്വയർഡ് ഫോർ പെസ്റ്റിസൈഡ് റെസിഡ്യൂ അനാലിസിസ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൽ കറക്റ്റായിട്ട് ആൻസർ വരുന്നത് 0.025 kg ആണ്. അതായത് 250 ഗ്രാം സാമ്പിൾ നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അതുപോലെ തന്നെ ദ ഇൻഡിക്കേറ്റർ യൂസ് ഫോർ ഡിറ്റക്ഷൻ ഓഫ് സാപ്പോണിഫിക്കേഷൻ വാല്യൂ ഓഫ് ഫാറ്റ്, അതായത് ഫാറ്റിലെ സാപ്പോണിഫിക്കേഷൻ വാല്യൂ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻഡിക്കേറ്റർ ഫിനോഫ്താലിനാണ്, ഓപ്ഷൻ ബി. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അതുപോലെ തന്നെ റൈബോസ് ഈസ് എ 5 കാർബൺ ഷുഗർ ആണ്. അപ്പോൾ അത് കറക്റ്റ് ആൻസർ ആണ്, അത് നമ്മൾ അധികം ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയുന്നതാണ്. അതുപോലെ തന്നെ എൻസൈം ഇലാസ്റ്റേസ് പ്രൊഡ്യൂസിങ്, അതായത് ഇലാസ്റ്റേസ് ഉള്ള എൻസൈംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എവിടെ വെച്ചിട്ടാണ് ഇലാസ്റ്റേസ് ഉള്ള എൻസൈംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് പാൻക്രിയാസിലാണ് ഇലാസ്റ്റേസ് എൻസൈം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഡാഷ് ഫോർമേഷൻ ഈസ് നീഡഡ് ഫോർ ഫാറ്റ് അബ്സോർപ്ഷൻ. ഇതിൽ ഫാറ്റ് അബ്സോർപ്ഷന് എന്ത് ഫോർമേഷനാണ് റിക്വയർഡ് ആയിട്ട് വരുന്നത്? അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് മിസെല്ലെ ഫോർമേഷനാണ്. മിസെല്ലെ ഫോർമേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഫാറ്റ് അബ്സോർബ് ആവുള്ളൂ. സോ ദ നെക്സ്റ്റ് വൺ, കാൽബിൻഡിങ് ഫോർമേഷൻ ഈസ് ഇൻഡ്യൂസ്ഡ് ബൈ. കാൽബിൻഡിങ് ഫോർമേഷൻ ഇൻഡ്യൂസ്ഡ് ബൈ എങ്ങനെയാണ് കാൽബിൻഡിങ് ഫോർമേഷൻ ഇൻഡ്യൂസ് ചെയ്യുന്നത്? അതിൻ്റെ ആക്ഷൻ in presence of vitamin D, calbinding formation can be induced. The next one, choose the correct answer
ഓൺ ക്ലോസ്ട്രീഡിയം. അപ്പോൾ ഇതിൽ ക്ലോസ്ട്രീഡിയം ആയിട്ട് റിലേറ്റ് ചെയ്ത കറക്റ്റ് ആൻസർ ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് പോയ്സണിങ് strains of Clostridium perfringens belongs to type A and produce only traces of alpha toxin. അത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. അതുപോലെ തന്നെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് Clostridium that is botulism is caused by ingestion of high toxic soluble exotoxin produced by Clostridium botulinum while growing in foods. അതും കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. Proteolytic strain digest casein and produces H2S while the non-proteolytic ones ferment mannose. അതും കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ ഇതിൽ ഓൾ ഓഫ് ദ എബോ എല്ലാ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. അപ്പോൾ ഡി ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. സോ നെക്സ്റ്റ് വൺ, വിച്ച് മീഡിയം can be used to culture and enumerate Staphylococcus aureus from food sample. അതായത് ഫുഡ് സാമ്പിൾസിൽ പിന്നെ ഈ സ്റ്റെഫിലോകോക്കസ് ഓറിയസിനെ ഡിറ്റക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഏത് ടൈപ്പ് അഗാറാണ് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ബേർഡ് പാർക്കർ അഗാറാണ് സ്റ്റെഫിലോകോക്കസ് ഓറിയസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് വൺ, ബിലോ മെൻഷൻഡ് ആർ അഡ്വാൻറ്റേജ് ഓഫ് സിംഗിൾ സെൽ മെൻഷൻഡ് ആർ ദ അഡ്വാൻറ്റേജ് ഓഫ് സിംഗിൾ സെൽ പ്രോട്ടീൻ ആസ് സോഴ്സ് ഓഫ് ഫുഡ് എക്സെപ്റ്റ്. ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് റോങ് വിത്ത് റെസ്പെക്ട് ടു സിംഗിൾ സെൽ പ്രോട്ടീൻ? നമുക്കിതിൽ ലാർജ് മാസ് ഓഫ് പ്രോട്ടീൻ ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് ഇൻ എ ഷോർട്ടർ ജനറേഷൻ ടൈംസ് ഓഫ് മൈക്രോ ഓർഗാനിസം. അത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. Readily available raw materials in large quantities can be used for SCP. അത് നമുക്ക് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണെന്ന് പറയാം. അതുപോലെ തന്നെ പ്രൊഡക്ഷൻ ക്യാൻ ബി പെർഫോംഡ് ആസ് കണ്ടിന്യൂസ് കൾച്ചേഴ്സ് ആൻഡ് ഹെൻസ് ആർ ഇൻഡിപെൻഡന്റ് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച്. അതും കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ ക്ലൈമറ്റ് ചേഞ്ചിനനുസരിച്ചിട്ടൊന്നും ഈ സിംഗിൾ സെൽ പ്രോട്ടീൻസിന്റെ പ്രൊഡക്ഷൻ അഫക്ട് ചെയ്യില്ല. സോ ദ പ്രോട്ടീൻ കണ്ടന്റ് ഈസ് ലെസ്. ഇത് റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം സിംഗിൾ സെൽ പ്രോട്ടീൻസിൽ പ്രോട്ടീൻ കണ്ടന്റ് വളരെ കൂടുതലായിരിക്കും. ഓക്കെ, സോ അതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഓപ്ഷൻ ഡി ആണ്. സോ ബിലോ മെൻഷൻഡ് അഡ്വാൻറ്റേജസ് സിംഗിൾ സെൽ പ്രോട്ടീൻ എക്സെപ്റ്റ് ആയിട്ട് വരുന്നത് ഇത് ഓപ്ഷൻ ഡി ആണ്. അപ്പോൾ ഇതിന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. സോ ദ നെക്സ്റ്റ് വൺ, ഫോസ്ഫേറ്റേസ് ടെസ്റ്റ് ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ഔട്ട് ദ എഫിഷ്യൻസി ഓഫ്. അതായത് ഫോസ്ഫേറ്റേസ് ടെസ്റ്റ് നമ്മൾ ഏറ്റവും കോമൺലി എന്തിന്റെ എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി, പാസ്ചറൈസേഷൻ എഫിഷ്യൻസി കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫോസ്ഫേറ്റേസ് ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. ആൽക്കലൈൻ ഫോസ്ഫേറ്റേസ് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത് പാസ്ചറൈസേഷൻ എഫിഷ്യൻസി കാണാൻ വേണ്ടിയിട്ടാണ്. സോ നെക്സ്റ്റ് വൺ, ബിലോ മെൻഷൻഡ് ആർ ദ സെറോളജിക്കൽ ടെസ്റ്റ് യൂസ്ഡ് ടു ഡയഗ്നോസ് ബ്രൂസെല്ലോസിസ് എക്സെപ്റ്റ്. ഇതിൽ ബ്രൂസെല്ലോസിസ് ഡയഗ്നോസിസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ടെസ്റ്റ് ഏതാണ്? എക്സെപ്റ്റ്. ഇതിൽ ബ്രൂസെല്ലോസിസ് ഐഡന്റിഫൈ ചെയ്യാൻ യൂസ് ചെയ്യാത്ത ടെസ്റ്റ് ഇതിൽ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിൽ അപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അബോർട്ടസ് ബാങ്ക് റിംഗ് ടെസ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ റോസ് ബംഗാൾ പ്ലേറ്റ് ടെസ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ട്യൂബ് അഗ്ലൂട്ടിനേഷൻ ടെസ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. പി സി ആർ യൂസ് ചെയ്ത് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ലോജിക് യൂസ് ചെയ്തിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ. അതായത് PCR യൂസ് ചെയ്തിട്ട് നമുക്ക് ബ്രൂസെല്ലോസിസ് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റില്ല. സോ നെക്സ്റ്റ് വൺ, ദ ഫോളോയിങ് ആർ എൻറിച്ച്ഡ് മീഡിയ എക്സെപ്റ്റ്. ഇതിൽ എൻറിച്ച്ഡ് മീഡിയ അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിൽ സെലീനേറ്റ് ബ്രോത്ത് ആണ് എൻറിച്ച്ഡ് മീഡിയ അല്ലാത്തത്. ബാക്കിയൊക്കെ എൻറിച്ച്ഡ് മീഡിയക്ക് എക്സാമ്പിൾ ആണ്. മൈക്രോസ്കോപ്പിക് അഗ്ലൂട്ടിനേഷൻ ടെസ്റ്റ് ഈസ് യൂസ്ഡ് ഫോർ ഡയഗ്നോസിസ് ഓഫ് വിച്ച് ഡിസീസ്. ഇതിൽ മൈക്രോസ്കോപ്പിക് അഗ്ലൂട്ടിനേഷൻ ടെസ്റ്റ് ഈ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് ഡിസീസിനെ കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡാണ്. അപ്പോൾ ഇതിൽ കറക്റ്റ് ആയിട്ട് വരുന്നത് ബ്രൂസെല്ലോസിസ്, ലെപ്റ്റോസ്പൈറോസിസ്, അതുപോലെ തന്നെ കാംഫൈലോബാക്ടർ ഇൻഫെക്ഷൻ, അതുപോലെ തന്നെ പാസ്റ്റുരിയോലോസിസ്. ഇതൊക്കെയാണ് ഓപ്ഷൻസ് കൊടുത്തിട്ടുള്ളത്. അതിൽ കറക്റ്റ് ആൻസർ വരുന്നത് ലെപ്റ്റോസ്പൈറോസിസ് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പിന്നെ മൈക്രോസ്കോപ്പിക് അഗ്ലൂട്ടിനേഷൻ ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് വൺ, ദ ലൈറ്റ് സോഴ്സ് യൂസ്ഡ് ഇൻ ഫ്ലൂറസെന്റ് മൈക്രോസ്കോപ്പ്. ഇതിൽ ഫ്ലൂറസെന്റ് മൈക്രോസ്കോപ്പിൽ നമ്മൾ യൂസ് ചെയ്യുന്ന
ലൈറ്റ് സോഴ്സ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് UV ലൈറ്റാണ്. നമ്മൾ സാധാരണയായിട്ട് നമ്മൾ ഫ്ലൂറസെന്റ് മൈക്രോസ്കോപ്പിൽ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, ചൂസ് ദ റോങ്ലി മാച്ച്ഡ് സ്റ്റേറ്റ്മെന്റ്. ഇതിൽ റോങ്ലി മാച്ച്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് വൺ, ബാസിലസ് സീരിയസ് ടോക്സിക് ഇൻഫെക്ഷൻ, എമറ്റിക് ടോക്സിൻ ഡയറിയ കറക്റ്റാണ്. അതുപോലെ തന്നെ കോളറ ടോക്സിൻ ഇൻക്രീസസ് അഡിനിലേറ്റഡ് സൈക്ലിക് ആക്ടിവിറ്റി ആൻഡ് CAMP പാത്ത് ലീഡ്സ് ടു ലോസ് ഓഫ് സെൽ ന്യൂട്രിയൻസ് ആൻഡ് ഡയറിയ. അഗ്മാർ ക്വാളിറ്റി അത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ എയും ബിയും കറക്റ്റ് ആണ്. അഗ്മാർ ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ, അഗ്മാർക്ക് വെച്ചാൽ ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ മാർക്ക് ഫോർ അഗ്രികൾച്ചർ പ്രൊഡ്യൂസ്, അതും കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. അതുപോലെ തന്നെ ഷിഗെല്ല ഇൻഫെക്ഷൻ ഇൻ ഫുഡ് ഈക്വൽ ടു ഡയഗ്നോസ്ഡ് ബൈ നിഗ്ലർ റിയാക്ഷൻസ് ആൻഡ് സ്റ്റോമിക് ക്ലോട്ട് ഫോർമേഷൻ, ഇത് റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ ഇതിൽ റോങ്ലി മിസ്മാച്ച്ഡ് ആയിട്ടുള്ളത് ഓപ്ഷൻ ഡി ആണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇതിയുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്, റോങ്ലി മിസ്മാച്ച്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. നെക്സ്റ്റ്, ടൈം ടെമ്പറേച്ചർ കോമ്പിനേഷൻ യൂസ്ഡ് ഫോർ പാസ്ചറൈസേഷൻ ഈസ് ബേസ്ഡ് ഓൺ ദി തെർമൽ ഡെത്ത് ടൈം. ഇതിൽ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്, നമ്മൾ പാസ്ചറൈസേഷനിൽ ടൈം ടെമ്പറേച്ചർ കോമ്പിനേഷൻ യൂസ് ചെയ്യുന്നത് ഏത് ഓർഗാനിസത്തിന്റെ പിന്നെ ബേസ് ചെയ്തിട്ടായിരിക്കും. അപ്പോൾ അതിൽ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി, ക്ലോസിയല്ല ബെർണറ്റിയാണ്, മിൽക്കിന്റെ പാസ്ചറൈസേഷന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ഓൺ മൈക്രോടോക്സിൻ ആയിട്ട് റിലേറ്റ് ചെയ്ത കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമുക്കറിയാം ടോക്സിക് സബ്സ്റ്റൻസ് പ്രൊഡ്യൂസ്ഡ് ബൈ വെറൈറ്റി ഓഫ് മോൾഡ് ആൻഡ് ബാക്ടീരിയ വരില്ല, അത് റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. അതിന് ഡേ ആർ സെക്കൻഡറി മെറ്റബോളൈസ് ഫോംഡ് ഡ്യൂരിങ് ദ എൻഡ് ഓഫ് ഡെത്ത് ഫേസ്, അത് റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. അതിന് അഫ്ലാടോക്സിൻ M1 ഈസ് മോസ്റ്റ് പൊട്ടന്റ് ആൻഡ് APB1 ഈസ് hydroxylated products of AFM1 and aflatoxin M1 appears in milk, urine and feces. അപ്പോൾ ഇതിൽ റോങ് സ്റ്റേറ്റ്മെന്റ്, അപ്പം ഈ തേർഡ് സ്റ്റേറ്റ്മെന്റും റോങ് ആണ്. അപ്പോൾ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. അത് ദ ടോക്സിറ്റി ഡിപ്പെൻഡ്സ് അപ്പോൺ B1 ഗ്രേറ്റർ ദാൻ M1 ഗ്രേറ്റർ ദാൻ G1 ഗ്രേറ്റർ ദാൻ B2 ഗ്രേറ്റർ ദാൻ M2. അപ്പോൾ ഇതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. അതുപോലെ തന്നെ വിച്ച് ഈസ് ദ സ്പോയിലേജ് ഇൻഡിക്കേറ്റർ ഓഫ് മീറ്റ്. ഇതിൽ മീറ്റിലെ സ്പോയിലേജ് ഇൻഡിക്കേറ്റർ ഏതാണ്? അപ്പോൾ നമുക്ക് പെട്ടെന്ന് കണ്ടാൽ തന്നെ മനസ്സിലാവും, കാഡറീൻ അതുപോലെ തന്നെ പ്യൂട്രസീനുമാണ് ഈ സ്പോയിലേജ് ഇൻഡിക്കേറ്റർ. സോ നെക്സ്റ്റ് വൺ, ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഓൺ HACCP. HACCP റിലേറ്റ് ചെയ്ത കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് ഫസ്റ്റ് റോങ് നോക്കാം നമുക്ക്. അതിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എക്കണോമിക് എക്സസൈസ് ഹസാർഡ് അസസ്മെന്റ്, അപ്പോൾ അത് റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. അതുപോലെ തന്നെ ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റം ഈസ് ഫ്രെയിംഡ് ബൈ ദ സേഫ് പ്രൊഡക്റ്റ് ഡിസൈൻ HACCP ആൻഡ് പ്രീ റിക്വസിറ്റ് GMP പ്രോഗ്രാം. അപ്പോൾ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. തേർഡ് സ്റ്റേറ്റ്മെന്റ് വെച്ചാൽ HACCP സിസ്റ്റം ക്യാൻ ബി ലീനിയർ ആൻഡ് പ്രിൻസിപ്പിൾ ആർ അപ്ലൈഡ് ആസ് ദ ഹോൾ, അപ്പോൾ അതും റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. തേർഡ് വൺ, critical limit for each CCP defined by Codex Commission on Food Hygiene 1997, അപ്പോൾ അതും കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ ഫസ്റ്റ് വണ്ണും അതുപോലെ തന്നെ തേർഡ് വൺ റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ അതുമായിട്ട് വരുമ്പോൾ നമുക്ക് ഓപ്ഷൻ ബി ആണ്. ഫസ്റ്റ് വൺ ആൻഡ് തേർഡ് വൺ ആർ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്, റോങ് സ്റ്റേറ്റ്മെന്റ്. അതുപോലെ തന്നെ സെക്കൻഡ് ആൻഡ് ഫോർത്ത് ആർ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഐഡന്റിഫൈ ദ animal model method which can be successfully used to test the Campylobacter jejuni infections and assess the virulence of Aeromonas species. അപ്പോൾ അതിൽ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് RITARD റിട്ടാർഡ് മോഡലാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, സോ ദ നെക്സ്റ്റ് വൺ, എ ഫെർമെന്റഡ് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ മിക്സ്ഡ് കൾച്ചർ ഓഫ് Streptococcus thermophilus and Lactobacillus bulgaricus. കണ്ടാൽ തന്നെ നമുക്കറിയാം യോഗട്ട് ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, സോ ദ നെക്സ്റ്റ് വൺ, അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. സോ നെക്സ്റ്റ് വൺ, ഫൈൻഡ് ഔട്ട് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ദ ഇൻട്രിൻസിക് ആൻഡ് എക്സ്റ്റൻസീവ് പാരാമീറ്റർ ഇൻഫ്ലുവൻസ് മൈക്രോബിയൽ ഗ്രോത്ത്. അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ കുറേ സ്റ്റേറ്റ്മെന്റ് നോക്കാം.
ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് വെച്ചാൽ ഇൻ ജനറൽ ഫംഗസ് റിക്വയർ ഹയർ വാട്ടർ ആക്ടിവിറ്റി വാല്യൂ ഫോർ ഗ്രോത്ത് ദാൻ ബാക്ടീരിയ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തന്നെ ഇൻകറക്റ്റ് ആണ്. അപ്പോൾ നമുക്ക് ബാക്കി സ്റ്റേറ്റ്മെന്റിലേക്ക് പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇൻട്രിൻസിക് എക്സ്ട്രിൻസിക് ഫാക്ടർ ആയിട്ട് റിലേറ്റ് ചെയ്ത ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തന്നെ റോങ് ആണ്. അപ്പോൾ 96th ക്വസ്റ്റ്യൻ അതിൽ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. സോ ഇതിൽ ഐഡന്റിഫൈഡ് മിസ്മാച്ച്ഡ് സ്റ്റേറ്റ്മെന്റ് അപ്പോൾ ഫുഡ് അഡിറ്റീവ്സ് അഡൾട്രൻസ്. അപ്പോൾ ഫുഡ് അഡൾട്രൻസ് ആയിട്ട് റിലേറ്റ് ചെയ്ത മിസ്മാച്ച്ഡ് സ്റ്റേറ്റ്മെന്റ് ഇതിൽ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗീ ചീസ് ബട്ടർ. ഇതിൽ മാഷ്ഡ് പൊട്ടറ്റോ വനസ്പതിയാണ് കോമൺലി യൂസ് ചെയ്യുന്ന അഡൾട്രൻറ്റ്, കറക്റ്റാണ്. സെക്കൻഡ് വൺ ബ്ലാക്ക് പെപ്പർ പപ്പായ സീഡ്. ഇതിൽ ഇത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇത് കോമൺലി യൂസ് ചെയ്യുന്ന അഡൾട്രന്റ് ആണ്. അതുപോലെ തന്നെ ഓയിൽ അൺഹീജിയനിക് വാട്ടർ ചാൾക്ക് പൗഡർ. ഒരിക്കലും ഓയിൽ വാട്ടർ ഒന്നും അഡൾട്രന്റ് ആയിട്ട് ആഡ് ചെയ്യില്ല. അപ്പം അത് ആണ് ഇവിടെ പിന്നെ മിസ്മാച്ച്ഡ് ആയിട്ടുള്ള ഒരു അഡൾട്രന്റ്. അപ്പോൾ ഇത് അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. സോ നെക്സ്റ്റ് വൺ സ്റ്റെബിലൈസർ യൂസ് ഇൻ ഐസ്ക്രീം. ഇതിൽ ഐസ്ക്രീമിൽ യൂസ് ചെയ്യുന്ന സ്റ്റെബിലൈസർ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ ഓപ്ഷൻ ഫസ്റ്റ് ഓപ്ഷൻ തന്നെയാണ്, അതായത് ഓപ്ഷൻ എ പെക്റ്റിൻ ആണ് നമുക്ക് കോമൺലി യൂസ് ചെയ്യാൻ പറ്റുന്ന, ഈ ഓപ്ഷൻ പ്രകാരം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റെബിലൈസർ ആണ് പെക്റ്റിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഐഡന്റിഫൈ ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഓൺ എന്യൂമറേഷൻ ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് ബാക്ടീരിയ ഫ്രം ഫുഡ് പ്രൊഡക്ട്സ്. ഇതിൽ കറക്റ്റായിട്ട് വരുന്ന സ്റ്റേറ്റ്മെന്റ് ഫസ്റ്റ് വൺ, ഇൻ MBRT ടൈം ടേക്കൺ ടു റെഡ്യൂസ് ദ ഡൈ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ നമ്പർ ഓഫ് ഓർഗാനിസം പ്രസന്റ് ഇൻ ദ സാമ്പിൾ. അപ്പോൾ അത് റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം ദ ടൈം ടേക്കൺ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ നമ്പർ ഓഫ് ഓർഗാനിസം ആണ്. അതായത് എത്രത്തോളം അധികം ടൈം എടുക്കുന്നുണ്ടോ അത്രത്തോളം ഓർഗാനിസം കുറവായിരിക്കും, അല്ലെങ്കിൽ ലെസ് ടൈം എടുക്കുന്നപ്പോൾ കൂടുതൽ ഓർഗാനിസം ആയിരിക്കും. കൂടുതൽ ഓർഗാനിസിനെ പെട്ടെന്ന് MBRT അതായത് മെഥിൽ ഇംപ്രൂവ് റെഡ്യൂസ് ആവും. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തന്നെ റോങ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ദ MPN റിസൾട്ട് ആർ ജനറലി ഹയർ ദാൻ SPC. അത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. DMC മെത്തേഡ് റിലേറ്റീവ്ലി സിമ്പിൾ, റാപ്പിഡ് ആൻഡ് ജനറലി ഹയർ ദാൻ SPC. അതും കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. അതുപോലെ തന്നെ മോസ്റ്റ് പ്രോബബിൾ നമ്പർ ടെക്സ്റ്റ് MPN മെത്തേഡ് ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ നേച്ചർ ആൻഡ് റിക്വയർ യൂസേജ് ഓഫ് ലാർജ് നമ്പർ ഓഫ് ഗ്ലാസ് വേസ്. അതും കറക്റ്റ് ആണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത്. സോ ദ നെക്സ്റ്റ് വൺ പിമാരിസിൻ ഈസ് എൻ എക്സാമ്പിൾ ഓഫ്. ഇതിൽ പിമാരിസിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? പിമാരിസിൻ ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ഫംജിസൈഡ് ആണ്. അതാണ് കറക്റ്റ് ആൻസർ. അപ്പം അത്രയുമാണ് നമ്മുടെ ഇന്നത്തെ സെക്ഷനിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത്. ഇന്ന് നടന്ന ഫുഡ് സേഫ്റ്റി ഓഫീസർ 18-ാം തീയതി നടന്ന ഫുഡ് സേഫ്റ്റി ഓഫീസർ കോഴ്സിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. കമ്പാരിറ്റീവ്ലി എബോവ് ആവറേജ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു മോസ്റ്റ്ലി. സോ എനിവേ, ഹോപ്പിംഗ് ഫോർ ദ ബെസ്റ്റ്, ഓൾ ദി ബെസ്റ്റ്.